പറഞ്ഞ ഞാൻ ചെയ്തു തരില്ലേ? ആ വേണ്ട മോനെ, ഞാൻ എടുക്കാം. വെറുതെ മോനെ സൂക്ഷിച്ച്. ആ കുഴപ്പമില്ല. ജോണേ, ജോണേ. അപ്പം കുറെ നേരം അയലാടെ വിളിക്കണേ. നീ അങ്ങോട്ട് വേഗം ചെല്ലാൻ നോക്ക്. അപ്പൻ അവിടെ കിടന്ന് വിളിക്കട്ടെ. ഈ ചോറ് കെട്ടിയിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോകാൻ. അതുമല്ല അപ്പൻ അറിയാവോ? എന്റെ ജോണേ, നീ ഒന്ന് ചെല്ല. ചോറൊക്കെ ഞാൻ കെട്ടിക്കോളാം. ചെന്ന് എന്താ കാര്യം ഒന്ന് ചോദിക്കും മോനെ. എടാ ജോണേ. എന്താ അപ്പാ? ആ, നീ രാവിലെ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടേ ഈ അപേക്ഷ കൊടുക്കണം. അയ്യോ എനിക്ക് പറ്റത്തില്ല, ഇന്ന് സ്കൂൾ ഉറപ്പാപ്പാ. ഈ പള്ളിക്കൂടെ തീപ്പോക്കൊന്ന് അവസാനിപ്പിച്ച് വല്ല പണിക്കും പോകാൻ പറഞ്ഞ അതും കേക്കത്തില്ല അമ്മയും മോനും. ആ, എന്നാ പിന്നെ നീ തന്നെ കൊണ്ടേ കൊടുക്ക്. എടാ, തീറ്റ കൊടുക്കാൻ കഴിവില്ലെങ്കിലേ വളർത്താനും നിൽക്കരുത്. അതന്നെ എനിക്ക് അപ്പനോട് പറയാനുള്ളത്. ഇതെന്തൊരു മനുഷ്യൻ. എത്രയായി? 100. മോനെ എത്രയായി? 97. ചേട്ടാ സ്പ്രൈറ്റ് ഉണ്ടോ? ആ സ്പ്രൈറ്റ് ഉണ്ടല്ലോ. ഒരു സ്പ്രൈറ്റ്. ചേട്ടാ പൈസ വെച്ചിട്ടുണ്ടേ. ആ ശരി. ബാക്കി തന്നില്ല. പൈസ തന്നില്ല ചേട്ടാ. ആ ഞാൻ തന്നേട്ടാ. ഇല്ല, പൈസ തന്നിട്ടില്ല. ഞാൻ തന്നിട്ടുണ്ട്. പൈസ തന്നെങ്കിൽ ഇവിടെ കാണുമല്ലോ. ഇല്ല ചേട്ടാ, ഞാൻ വെച്ചേട്ടാ പൈസ. എന്റെ കയ്യിൽ ആകെ 100 രൂപ. ഞാൻ പൈസ തന്നിട്ടില്ല. അതേ ആ പയ്യൻ തന്ന 5 രൂപ മാത്രമേ ചേട്ടാ. ഞാൻ 100 രൂപ വെച്ചാൽ ഇവിടെ. ഇല്ല ചേട്ടാ. ചേട്ടാ ആ കേറ് ആട്ടോ. എടാ ഈ മഴയ്ക്ക് ഇങ്ങനെ പെരുക്കിക്ക് എന്താ അടുത്ത പരിപാടി? എന്ത് പരിപാടി? മഴ തീരുമ്പോ സ്കൂളിലേക്ക് പോവാ. തോൽവിയാടാ. ആദ്യത്തെ സർവീസ് സ്കൂളിൽ പോകും. എടാ ഇതവന് പഠിക്കാനുള്ള ആത്മാർത്ഥോണ്ട് പറയണല്ല, അവൻ അവളെ കാണാൻ അതിനാണ്. ആടാ, അവളെ കാണാൻ വേണ്ടി തന്നെയാണ്. 2 മാസമായി അവളെ കണ്ടിട്ട്. നിങ്ങൾക്ക് എന്താണ് വല്ല നഷ്ടമുണ്ടോ? നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നിനക്ക് നഷ്ടപ്പെടാണ്ടോക്കിയാ മതി. നീയൊക്കെ കണ്ടോ? അവളെ ഞാൻ 2 മാസത്തിനുള്ളിൽ വീഴ്ത്തിയിരിക്കും. അവളെ പഴത്തൊരു വീഴ്ത്തേണ്ട ഒരാളാ. അത് ഞാൻ നോക്കിക്കോളാം കേട്ടാ. നീയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വാ. സ്കൂളിൽ പട്ടി വരും. നീയൊക്കെ വന്നാൽ നിന്റെ പട്ടി തന്നെയാണ്. ഞാൻ പോണു. എടാ അവൻ സ്കൂളിൽ പോയി ഒരു കാരണമെങ്കിലും ഉണ്ട്. നമുക്കില്ല. അയ്യോ എടാ, അവനിന്ന് പൈസ വെച്ചാൽ പെയിന്റ് അടിച്ചിട്ട് പൊറോട്ട ഒക്കെ തിന്നായിരുന്നു. ഏതവനാടാ? ജോൺ ഇതാട്ടാ. എന്താടാ രാവിലെ എന്തൊരു ചുറ്റിക്കളി? ക്ലാസ് ഒന്നുമില്ലേ? ആ ഉണ്ട്, ഇങ്ങനെ മഴയ്ക്കായുണ്ട്. വേണേ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇല്ലട്ടോ ചേട്ടാ, വിട്ടോ, ഞങ്ങൾ നോക്കോളാം. ആ ശരി ശരി, ഇടക്കൊക്കെ വിളിക്കും. പോവാം. ആരാണത്? എടാ അതേ കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പിള്ളേർക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നതാണ്. നീ നേരത്തെ പൊറോട്ടയുടെ ആരും പറയണ്ടായിരുന്നല്ലോ. അതിന് പറഞ്ഞിട്ടെന്താ വരും? പൈസ ഒക്കെ അവനോട് പോയില്ലേ? ഈ 100 രൂപ മതിയാവോ ചേട്ടാ? ഈ 2 പൊറോട്ട ഇത്തിരി ബീഫിന്റെ രാവിലെ തന്നെ തുടങ്ങി മഴ. ഇതെങ്ങനെ സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെ മഴ വരുന്നത്? വല്ലാത്തൊരു ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് വന്നേക്കണേ. എന്താടാ നീ നനഞ്ഞു വരുന്നേ? കൊടയില്ലേ? പുതിയ കൊടയാ മിസ്, നനയ്ക്കേണ്ടെന്ന് വെച്ചു. കൊള്ളാം. നോക്കടാ, എടാ അവധിനപ്പോ ഇവിടെ ഗ്ലാമർ കൂടിയല്ലടാ. ഫുള്ളും മേക്കപ്പാടാ. നീ എപ്പ എത്തി ബാംഗ്ലൂരിന്ന്? ഞാൻ ഇന്നലെ എത്തി. എന്തൊരു മഴ. അതൊക്കെ ഉണ്ട്. ഞാൻ വെക്കേഷൻ അങ്ങളുടെ വീട്ടിൽ. പിന്നെന്താ? വേറെ ഒന്നുമില്ല. ഇതൊന്ന് പിടിച്ചേ.
എന്തോ മഴയല്ലയോ? എന്ത് മഴയാ, എന്നാ ചെയ്യാനാ? ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇരിക്കെ. അങ്ങനെ പുതിയ ക്ലാസ്സിൽ വന്നു എല്ലാരും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷനൊക്കെ? മൂഡ് സ്ട്രേറ്റ് ചെയ്താ? ഏയ് ഇല്ല. എന്താ ലേറ്റ് ആയ? ഏയ് ഒന്നുമില്ലേ, വെറുതെ. വേറെ ശേഷം അതെ ക്ലാസ് തുടങ്ങിയ എടാ ജോസമ്മ ടീച്ചറിന്റെ ക്ലാസ്സാ. പിന്നെ വേറെ വേറെ ഒന്നും നീ എന്താ നീ എന്താടാ അവളോട് ചോദിച്ചു? ഞാനൊരു ബുക്ക് വെച്ചോട് ടെസ്റ്റ് ബുക്ക് വെച്ചാ. ഹ്യൂമാനിറ്റീസിൽ പഠിക്കാൻ എനിക്ക് എന്തിനാണ് സയൻസിലെ ബുക്ക്? അന്ന് ഈ ഏറാണ് ഇതിനാണ്. എനിക്കറിയാൻ പല കാര്യങ്ങളുണ്ടാവും. എന്തേലും എനിക്കറിയണം. വേണ്ട പറയടാ. അതിന്റെ കുഞ്ഞമ്മയുടെ മോനെ ഇവിടെ വാങ്ങിയതാണ്. അതെ, കുഞ്ഞമ്മന്റെ മോനിക്ക് കുഞ്ഞമ്മ ടെസ്റ്റ് ബുക്ക് മേടിച്ചോളൂ. നീ ഇതിന്റെ ഇടയിൽ നിന്ന് വേർക്കാൻ നിൽക്കണ്ട കേട്ടാ. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. നീ ചൂടാണ്. ഞാൻ ജസ്റ്റ് സംസാരിച്ചോളൂ അവളടുത്ത്. ഇഞ്ഞി തേപോലെ എന്തിനും നടന്നാല് ചെപ്പ അടിച്ചു പൊളിക്കുന്നില്ല. ചെല്ലി പോ ചെല്ലി പോടാ. വെളുപ്പിന് 4 മണിക്ക് പുറപ്പെട്ടത് സാറേ. 100-300 കിലോമീറ്റർ ഒരൊറ്റ ഇരിപ്പാ. എന്റെ നാട് ഓടിഞ്ഞു. സാറ് ഏത് വഴിക്കാ വന്നേ? ഞാൻ കോഴിക്കോട് നിന്ന് കുറ്റിപ്പുറത്ത് വന്നു. അവിടുന്ന് നേരെ കൊടുങ്ങല്ലൂർ പറവൂർ വഴി. സാറ് 2 ദിവസം കഴിഞ്ഞല്ലേ ജോയിൻ ചെയ്യുന്നുള്ളൂ? അത്രേ ഉള്ളൂ സാറേ. 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി സാറേ. ഓക്കെ. Today we will learn about the density of some haloalkanes. I'll write it on the board. You will study the important methods of preparation, physical and chemical properties and uses of organohalogen compounds. Silence! These may be classified as mono or polyhalogen compounds depending on whether they contain one റിയാസേ 2 ക്ലാസ് കട്ട് ചെയ്ത് വന്ന് കിടന്ന് ഉറങ്ങ. ഉമ്മ ഇന്ന് സ്കൂള് നേരത്തെ വിട്ടുമ്മ. ഓ വായെടുത്താ നോണേ പറയുള്ളൂ. ഉപ്പയൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഉമ്മ ഒന്ന് പോയമ്മ, ഞാൻ കിടന്നുറങ്ങട്ടെ. ഇങ്ങോട്ട് താ ഉമ്മ. അത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാ. ആലോചിക്കട്ടെ. എന്തൊരു കഷ്ടമാണ് ഈ ചെക്കന്റെ കാര്യം. ഒരു പണി എടുക്കണ്ട, ഇങ്ങനെ അങ്ങോട്ട് നടന്നോ. പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു ന്യൂ ജനറേഷൻ. എടാ അയാള് തിരിച്ചു പോകുന്നുള്ള നീ കണ്ടായിരുന്നോ? എടാ ഞാൻ ഇന്റർവെല്ലിൽ പോയി നോക്കിയപ്പോ അയാൾ അവിടെ ഉണ്ടായില്ല. ഞാൻ അയാളെ പോയാന്നറിയില്ല കേട്ടോ. നിനക്കെന്നാ ഡൊമിനിക് സാർ വിളിച്ചോടായിരുന്നോ? എടാ അയാൾ ഇന്ന് ലീവായിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, സ്വിച്ച് ഓഫ്. നീ ഒറ്റൊരുത്തനായി ഈ എല്ലാത്തിനും കാരണം. സ്വന്തം കാര്യം മറന്നിട്ട് പെമ്പിള്ളേരും പോയിപ്പോട്ട് ബാബു വിളിച്ച എങ്ങനെ ഇരിക്കും? അവന്റെ ഒരു കോപ്പിൽ ഒരു ഐഡിയ. എന്തിനാണ് ഈ ക്യാമ്പൊക്കെ? ബജ്ജിയൊക്കെ തിന്നാൻ വേണ്ടി മാത്രം കുറച്ച് പേര് വരുന്നുണ്ട്. ഡൊമിനിക് സാറൊക്കെ പജ്ജടി ഓടി വന്നു. നോക്കിക്കാതെ വന്ന് വാങ്ങിക്കും പിള്ളേരെ. സോസ് എടുത്തു. കുറച്ചും കൂടെ നീ അവിടെ അല്ലടാ നിന്ന്, അവിടെ പോയി നിന്ന്. വേമേം വന്നേ, ബഹളം വെക്കാതെ. ബോയ്സ് എല്ലാം പറയുക, ഗേൾസ് എല്ലാം മുന്നോട്ട് പോകും. റെസ്പെക്ട് ഗേൾസ്. ഞാൻ അവിടെ ഇരിക്കട്ടെ. നീ ചോദിക്കേ. നീ എന്തിനാണ് ഇത്ര നാണിക്കണേ? നീ പോയി ഒന്ന് ചോദിക്കേ. അവനെ കണ്ടപ്പോ അവൾക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറയണ്ടേ? ഓ ചെല്ലടി. മധുരമില്ല. അതേടാ മധുരമില്ല. സർ ഒരെണ്ണം കൂടെ പറഞ്ഞാലും മനസ്സിലാകത്തില്ലേ? ഒരാൾക്കൊരെണ്ണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ അപ്പുറത്തേക്ക് പോകും. കിട്ടിയില്ലല്ലേ?
അല്ലെങ്കിലും നമ്മൾ വേറെ ആർക്കും കൊടുക്കൂലല്ലേ. അണ്ണ കണ്ടുകൂടെ നിനക്കൊന്നും? നിക്കടാ അവിടെ. വാടകോട്ട് ക്ലാസ്സിലും പ്രശ്നം, ക്യാമ്പിലും പ്രശ്നം. ഒരു സ്വസ്ഥത എന്തരില്ലല്ലോ നീ. അടുത്ത ആക്ടിവിറ്റിക്ക് നീ കയറണ്ട കേട്ടോ. ഞാൻ പറയുന്നത് വരെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. എന്തായാലും സാറിനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. 2 ദിവസം കൊണ്ട് ഒരു കാർ ലോണൊക്കെ സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. വണ്ടി ഒന്ന് കൈ കിട്ടട്ടെ. അത് മതി. ആ എന്താ രാഹുൽ? ജോണിനെ കാണുന്നില്ല. ജോണിനെ കാണുന്നില്ലേ? അവനോട് പോയി. അറിയില്ല സാർ. എടാ അവനാ മൂത്രപ്പുരയുടെ സൈഡ് വല്ലതും കാണും. നീ അവിടെ പോയി നോക്കി. ഇല്ല സാർ, ഞങ്ങൾ അവിടെ എല്ലാം നോക്കി. ആണോ? സാറിങ്ങ വന്നേ. ഞാനവനെ പണിഷ്മെന്റ് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കായിരുന്നു. വിളിക്കാൻ മറന്നുപോയി. അയ്യോ വാ. ആ എടാ നിങ്ങൾ പോയി ആ ഗ്രൗണ്ടിന്റെ അവിടേക്ക് നോക്കി ചെല്ലേ. ഓക്കെ സാർ. വന്നോട്ടെ. ഹലോ, എന്താ സാറേ ഈ നേരത്ത്? കഴിഞ്ഞ 24 മണിക്കൂറിലധികമായി കുട്ടി ഇവിടെ കാണാതായിരിക്കുകയാണ്. കാണാതായ കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുന്നതിനായി ഉത്തരവാദിത്തപ്പെട്ട ആരെയും ഈ സ്കൂൾ പരിസരത്ത് കാണാനില്ല എന്നതാണ്. ബജ്ജി കഴിച്ചതിനെ തുടർന്നാണ് അധ്യാപകൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥിയെ പുറത്താക്കിയതെന്നാണ് ഇവർ നമ്മോട് വിഷമത്തോട് പറയുന്നത്. ഇതേക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അധ്യാപകനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ തൽക്കാലം അന്വേഷണം കുട്ടിയെ കണ്ടെത്തുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്നും കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാകുമെന്നും പോലീസ് മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടുമില്ല. ശക്തമായ പ്രതിഷേധമാണ്. ഇതൊന്നും കാണണ്ട. ആ സുജ ടീച്ചറെ, ആ ചെക്കനില്ലേ ജോണ്, അവൻ ഇന്ന് രാവിലെ വീട്ടിലെത്തിയെന്ന്. അത് കൊള്ളാമല്ലോ. അവനിത് എന്നാ പോക്കാ പോയേ? ബാക്കിയുള്ളൊരു തീ തീറ്റിച്ചിട്ട്. അവൻ അവിടെ നിന്ന് മടുത്തപ്പോ അവന്റെ കൂട്ടുകാർ വന്ന് വിളിച്ചപ്പോഴേ വയനാട് പോയെന്ന്. ആ ഫാസ്റ്റ്. ഇപ്പോഴത്തെ പിള്ളേർ ഒരു കാര്യമേ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടൊന്നും അവനറിയണ്ടല്ലോ. അതെ സർ. വരൂ സാർ, ഇരിക്കേ. ഇരിക്കാം. പക്ഷെ ഉച്ച കഴിഞ്ഞുള്ള എന്തെങ്കിലും പരിപാടിക്കാണെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം സാറേ. ഷോറൂമിൽ നിന്നാണ് സാറേ വണ്ടി കിട്ടുന്നത്. സാറേ അത് പിന്നെ എന്താ സാറേ? രാവിലെ RDD ഓഫീസിൽ നിന്ന് മെയിൽ വന്നായിരുന്നു. സാറിൻ്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് അവർ പറയുന്നത്. ഓ, വിശദീകരണം തൃപ്തികരമല്ലെന്ന് മാത്രമേ ഉള്ളോ അതോ നടപടിയുണ്ടോ? മെയിലിനോടൊപ്പം ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടായിരുന്നു. ആ ചെക്കൻ എവിടെയോ തെണ്ടിത്തിരിയാൻ പോയതിന് എനിക്ക് ട്രാൻസ്ഫർ അല്ലേ? കുഴപ്പമില്ല സാറേ, തന്നേക്ക്. ഇതൊക്കെ മീഡിയയുടെ കണ്ണിൽ പൊട്ടിയിട്ടുള്ള സൂത്രങ്ങളാണ്. ശരി സാറേ. എടാ എനിക്ക് തോന്നുന്നേ അയാളത് വഴി പോയപ്പോൾ ചുമ്മാ തല കാണിക്കാൻ വേണ്ടി വല്ലതും കയറിയായിരിക്കും. അല്ലാണ്ട് ഇത്ര ഇവിടെ നിന്നൊക്കെ തിരിച്ചു വരാൻ പറ്റുമോ? എടാ അതിനിപ്പോ അയാളെ കണ്ട് തൂങ്ങിച്ചാവേണ്ട അവസ്ഥയൊന്നുമല്ലല്ലോ. അയാൾ നമ്മളെ ഇടങ്ങേറാക്കിയാൽ നമ്മ അയാളെ ഇടങ്ങേറാക്കും. പിന്നെ നമ്മ അയാളെ മൈൻഡ് ചെയ്യാണ്ടിരുന്നാ മതി. എടാ നിനക്കൊക്കെ അങ്ങനെ പലതും പറയാം. അയാളുടെ കയ്യിലെങ്ങാനും കെട്ടി ആയം തീരാൻ പോകുന്ന എൻ്റെ കാര്യം. അത് കഴിഞ്ഞിട്ട് അയാൾ നിങ്ങളുടെ അടുത്തൊക്കെ വരത്തുള്ളൂ. എനിക്കാണ് ആലോചിച്ചിട്ട് സമാധാനം കിട്ടുന്നില്ല. തിരിച്ചു വന്ന കാര്യം ശരിയാണെങ്കിൽ പിന്നെ നമ്മ ഒന്നും ചെയ്യണ്ട, ഒക്കെ അങ്ങനെ ചെയ്തോളൂ. ചെളിയായടാ. വാടാ. എടാ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് കയറിയപ്പോ ഒന്ന് വന്നേടാ. വാടൊന്ന് ഉറക്കം വരാടാ. അതിനിപ്പോ എന്താ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങാല. അത് തന്നെ. പുസ്തകം എടുത്തോ, നമുക്ക് ചാപ്റ്ററിൽ കിടക്കാം. പ്രകാശം ജലം പോലെയാണ്. എന്താടാ? ഒന്നുമില്ല സാർ. ഇപ്പാടെ ഓരോട്ടാ. എന്താടാ സാലിമോനെ ഇത്ര ചിരിക്കാൻ? തമാശയാണെങ്കിൽ ഉറക്കിയപ്പുറം നമ്മളും കൂടി ചിരിക്കട്ടെ. നല്ല തമാശയാണ്, ഞങ്ങളോടും കൂടെ പറ. നമുക്ക് എല്ലാവർക്കും ചിരിക്കാം അല്ലേ? സാലിമോൻ കഷ്ടപ്പെട്ടൊരു തമാശ പറഞ്ഞല്ലേ സാർ? ഒന്ന് വരും. ആഷ്ന, ആ പുസ്തകം എടുത്തൊന്ന് വായിച്ച്. എന്താടാ സമയം എത്രയായിട്ട് നീ ക്ലാസ്സിൽ കയറാത്തെ? സാറിന് എന്താ 3 ദിവസമായിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തേ? എടാ അത് ഭാര്യ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചു, സ്ക്രീൻ മാറാൻ കൊടുത്തേക്കുക. എന്തോ പറ്റി?
ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പവിത്ര മാഷിനെ കണ്ടായിരുന്നു. സൈലൻസ്. എടാ പുള്ളി ആരാണ്ടൊക്കെ കണ്ട് കാല് പിടിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ മേടിച്ച് വന്നിട്ടുണ്ട്. അല്ല സാറ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? എടാ അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? സുരേന്ദ്രൻ സാർ ടൈം ടേബിൾ ഇടുന്നേ ഉള്ളൂ. നിങ്ങൾ ക്ലാസ്സിൽ പോ. ആ എടാ പിന്നെ കഴിഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ, മറക്കരുത്. ആവശ്യമില്ലാതെ അയാളെ ചൊറിയാൻ നിൽക്കണ്ട. സൂക്ഷിച്ച് നടന്നാൽ നിനക്കൊക്കെ കൊള്ളാം കേട്ടോ. ചെല്ല് ക്ലാസ്സിൽ പോയി. ആ അപ്പോൾ ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ. എല്ലാവരും ഇതൊന്ന് എഴുതിയെടുത്തേ. നോട്ട് എഴുതിയെടുത്തേ. നീ എന്നാ നോക്കി പവിത്ര സാറല്ല, പകുതി തലവേദന ഒഴിവായി വാ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇപ്പൊ ചോദിച്ചോ, അല്ലാതെ എക്സാം അടുത്ത് വരും. ഓ എന്താ കേറിക്കോട്ടെ? ഓ ആയിക്കോട്ടെ. ആ നമ്മൾ പറഞ്ഞത് ആർക്കെങ്കിലും സംശയം എല്ലാം ഉണ്ട് ഇപ്പൊ ചോദിക്കാം. പിന്നെ ഒരു കാര്യം പറയാം, ഇത് മാത്സ് ആണ്, നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. അല്ലാണ്ട് വായിച്ചു പഠിച്ചാൽ എക്സാം എടുക്കുമ്പോൾ മിസ്സേ അത് ഇതെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞേക്കാം. ഉള്ള കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്നാൽ ഇനി നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എസ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എക്സ് റേസ് ടു 3 പ്ലസ് സി എന്നായിരിക്കും. എന്താ അപ്പോൾ പേനുണ്ടാ? ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പെൻസിലായാലും മതി. എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് സി എന്നായിരിക്കും. അങ്ങനെയാണ് x4ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 ബൈ 5 പ്ലസ് സി എന്നായിരിക്കും. എങ്ങനെയുണ്ട്? സബ്ടൈറ്റിലില്ലാത്ത കുറെ പടം പോലെ ഉണ്ട്. ഒന്നും ഉണ്ടായിരിക്കടാ, അടുത്തത്തിൽ ശ്രദ്ധിക്കണം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ എക്സ് സ്ക്വയർന്ന് പറഞ്ഞ എഴുതിയപ്പോ എക്സ് ക്യൂബായി പോയി. അതോ അത് ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി എഴുതി നോക്കിയതാ. ഓക്കെ മിസ്. മിസ്സേ, എന്താ മോനിച്ച? മിസ്സിനെ പ്രിൻസിപ്പാൾ വിളിക്കുന്നുണ്ട്. ആ ശരി, ഞാൻ ഇപ്പൊ വരാം. ആരും ബഹളം ഒന്നും വെച്ചേക്കരുത് കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കേ. ഇന്നു മുതൽ ഞാനാണ് നിങ്ങളെ മാത്സ് പഠിപ്പിക്കാൻ പോകുന്നത്. സുജ ടീച്ചർ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച് തുടങ്ങിയെന്നറിയാം. എന്നാലും നമുക്കതൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞിട്ട് ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം. എന്താ? ജീവിതത്തിലും അങ്ങനെ തന്നെ വേണം. നമ്മൾ പുതിയ ചില തുടക്കം കുറിക്കുമ്പോൾ കഴിഞ്ഞതെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് വേണം പുതിയ ചുവടുകൾ വയ്ക്കാൻ. മനസ്സിലായോ? എന്നാൽ കണക്കിലായാലും ജീവിതത്തിലായാലും ചില കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനും പാടില്ല. ശരിയല്ലേ? അയാൾ അവസാനത്തെ ഡയലോഗ് പറഞ്ഞിട്ട് കണ്ണുരുട്ടി തന്നെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. നീയൊക്കെ എന്തൊരു നെഗറ്റീവ് ആണ്ടാ. എന്ത് കാര്യം വന്നാലും ഡാർക്ക് വർത്താനം മാത്രമേ ഉള്ളൂല്ലോ. എടാ പവിത്രൻ സാറിന്റെ പണി പിള്ളേരെ പഠിപ്പിക്കലാണ്, അല്ലാതെ പിള്ളേരെ തല്ലിക്കൊല്ലൊന്നല്ല. കുറച്ചും കൂടെ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്ക്. എടാ ലൈബ്രറിയുടെ അവിടെ പ്രിൻസി രാഹുലിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. പോസിറ്റീവ് ചിന്താധികാരനല്ലേ? ഓ ചെല്ല് ചെല്ല്. ദൈവമേ. എടാ നീ എന്തോന്നും മിണ്ടാത്തെ? +2 കഴിഞ്ഞിട്ട് എനിക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ചേരാനാ പ്ലാൻ. അതിനുശേഷം എനിക്ക് എങ്ങനെയെങ്കിലും ജോലിക്ക് കയറണം. അതുകൊണ്ട് പ്രിൻസ് വേറെ ആരെങ്കിലും നോക്കിപ്പോ. അതൊന്നും വേണ്ടട്ടാ. വലിയവനാടാ, ആ ഹലോ സാറേ, ഞാനിന്ന് ഉച്ചവരെ ലീവാണേ. ഒന്നുമില്ല, ചെറിയൊരു പല്ലുവേദന. അപ്പോൾ ഡോക്ടറെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആ എനിക്കിന്ന്
ബയോമാത്സിൻ്റെ ഒരു അവറുണ്ടേ, സാർ ഒന്ന് കയറിയേക്കണേ. വേറെ ഒന്നുമില്ലേ സാറേ? നീ എന്താ ഇന്ന് ക്ലാസ്സിൽ പോവാ? നിന്റെ ടീമൊക്കെ എന്തിനാടാ? നീ എന്താ ഒന്നും മിണ്ടാതെ? ആ മുങ്ങിയതാണ്ടാ. ആ സാറേ, ആ മോനിച്ച ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് സ്കൂളിലെത്തും. നീ ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ. ഓക്കെ സാർ. എടാ 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 അത്യാവശ്യമായിട്ട് നീ ഒന്ന് സ്കൂൾ വരെ എത്തിക്കണം. എന്താണ് കാര്യം? എടാ ഞാൻ പറയടാ, നീ വണ്ടി എടുക്ക് പെട്ടെന്ന്. ആ മോനിച്ച, ഗേറ്റ് ഇപ്പം തന്നെ അടച്ച് കുറ്റിയിട്ട്. ഓക്കെ. ഇനി ഒറ്റ ഒരുത്തൻ ഈ സ്കൂളിനകത്ത് കയറി. Has the same chemical formula but different chemical structures. റിയാസേ ഡോ ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ട്. ഐസോമറിസത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയാ. ആ മതി മതി, അങ്ങനെ ഇരുന്ന് ആലോചിക്കണ്ട, എഴുന്നേറ്റ് നിന്ന് ആലോചിച്ചാൽ മതി. എക്സ്ക്യൂസ് മീ ടീച്ചർ, 1 സെക്കൻഡ്. ജോൺ ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? സോറി ടീച്ചർ. എടാ നിർത്ത്. എടാ നീ വിട്ടോ, ഞാൻ വിളിക്കാം. ശരിടാ മോനെ ചേട്ടാ, ഗേറ്റ് ഒന്ന് തുറക്കാവോ? തുറക്കാലോ, അതിനെന്താ? പക്ഷെ മോൻ പോയിട്ട് ഒരു 4 മണിയാകുമ്പോ. അല്ലടാ പ്ലീസ് ഏട്ടാ, ചെല്ല്. അത്യാവശ്യം. എന്താടാ? എടാ നീ ഇങ്ങോട്ട് വന്നാട്ടാ, ഇവിടെ മൊത്തം സീനാണ്. ഇവിടെ ജോൺ മാത്യു അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആള് ക്ലാസ്സിലില്ല. അയ്യോ സാറേ, രാവിലെ അറ്റൻഡൻസ് എടുത്തപ്പോ അവൻ ക്ലാസ്സിലുണ്ടായിരുന്നേ, ഞാൻ കണ്ടതാ. അവൻ രാവിലെ വന്നിട്ട് മുങ്ങിയതാന്നേ. പിള്ളേര് സ്കൂളിൽ വന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പുറത്തു പോയി വല്ല ഏടാകൂടത്തിലും ചാടിയാലുണ്ടല്ലോ, മിസ് ഞാനും അടക്കം സകലരും തൂങ്ങും. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്റെ സാറിങ്ങനെ വെറുതെ ടെമ്പറേച്ചർ കൂട്ടല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സാറിന്റെ ഈ ആദ്യം അഴകുഴമ്പം മട്ടാണ് ഈ പിള്ളേര് തലതെറിച്ചു പോകാനുള്ള പ്രധാന കാരണം. ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. ഈ പറയുന്ന നേട്ടത്തൊന്നും ഞാൻ അവനോട് ഇന്ന് ബസ് കയറ്റി വിട്ടായിരുന്നു. എന്റെ സാറേ, എന്റെ പ്രിൻസിപ്പൽ സാധനമൊക്കെ അവിടെ ഇരിക്കട്ടെ. സാറ് പറയുന്നത് ഞാൻ ചെയ്യാം. എന്താ ചെയ്യണം? സാർ ഇതിനെതിരെ ആക്ഷൻ എടുക്കണം, ശക്തമായ ആക്ഷൻ എടുക്കണം. ആ ചെറുക്കന്റെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളുള്ളതാ. നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് നൈസായിട്ട് ഇതങ്ങ് ഡീൽ ചെയ്യാം. ആണോ? ഒരു 7-8 മാസം മുമ്പ് എനിക്കെതിരെ ഒരു നടപടി എടുത്തപ്പോ ഇവിടെ ആരും കണ്ടില്ലല്ലോ നൈസായിട്ട് ഡീൽ ചെയ്യാൻ. സാർ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആക്ഷൻ എടുക്കാൻ പറ്റുമോ? അതിനൊക്കെ ഒരു വ്യവസ്ഥയില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവന്മാരോടൊന്ന് സംസാരിക്കട്ടെ. എന്ത് സംസാരിക്കാൻ സാർ? അവൻ ചാടി പോണത് ആ മനാഫ് കണ്ടതാന്നേ. ഈ മനാഫിനെ എങ്ങനെ വിശ്വസിക്കും? സാർ വിശ്വസിക്കണ്ട. കഴിഞ്ഞ വർഷം ഒരു വിശദീകരണമായിട്ടേ ഞാൻ RDD ഓഫീസിൽ കുറെ കയറി ഇറങ്ങിയതാ. ഇതിനെതിരെ നടപടിയെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറ് പറ. ഞാൻ ആ DO ഓഫീസിൽ ഒരു പ്രാവശ്യം കൂടെ പോകുന്നുണ്ട് കേട്ടോ. സാറേ ഒന്ന് നിൽക്ക് സാറേ. എന്തൊരു മനുഷ്യനായത്. അവനെവിടെ ഉണ്ടോ? അവിടെ മനാഫാണ് എല്ലാത്തിനും കാരണം. അവന്റെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ. അവിടെ ഞാൻ പണി കൊടുത്തു. ഇനി 10 മണിയുണ്ട്. നീ ഇടിക്കണോ അതോ ഞാൻ ഇടിക്കണോ? ഉറക്കൊന്നുമില്ലേ? ഗുളിക കഴിച്ചോ? ഗുളിയൊക്കെ കഴിച്ചു. മോൾ ഉറങ്ങിയോ? അവള് ഹാളിൽ ഇരുന്ന് 1-2 റൗണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ മുറിയിലോട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോ കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. എന്താ പരിപാടി? ഇത് നമ്മുടെ പിള്ളേർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കുക. ക്ലാസ് തുറന്നില്ല, അപ്പത്തേക്കും പരീക്ഷയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. കുട്ടികളുടെ കഷ്ടകാലം എന്നല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? ഇതിപ്പോ നാളെ തന്നെ പരീക്ഷ നടത്താനല്ല, ഒരു 10 ദിവസം കഴിഞ്ഞ് അമ്മ ഒരു സസ്പെൻഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് നടത്താനാ. അപ്പൊ നിങ്ങൾ പിന്നെ അമ്മമാരോട് വഴക്കുണ്ടാക്കാൻ പോവാ? അവര് പിള്ളേരല്ലേ മാഷേ, അവര് വെറുതെ വിട്ടേക്ക്. അമ്മമാരങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇതേ മാത്സാ. ഇതിൽ എനിക്കും ഉണ്ട് ചില കണക്കൂട്ടലുകളൊക്കെ.
അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതെ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ പോവുക. അതാ നല്ലത്. ചെല്ല്. എടാ നടക്കണേട്ടാ, പരീക്ഷ കഴിഞ്ഞിട്ടില്ല, എന്ത് ചെയ്യും? നമുക്കിപ്പോ കേറണ്ടല്ലോ. ഇപ്പൊ കേറണ്ട, ഇവിടെ വെയിറ്റ് ചെയ്യാ. സാർ കഴിഞ്ഞോ? ഗുഡ്. രാഹുൽ, നീ ആ തൂണിന്റെ മറവിൽ നിൽക്കുന്ന അവന്മാരോട് ഇങ്ങ് വരാൻ പറ. ഓക്കെ സാർ. അതെ അതെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടഫായിരുന്നു. പോയാലോ? പോയി നോക്കാം. എവിടെയായിരുന്നു 3 പേരും? ഇന്ന് പരീക്ഷ ഉള്ളത് അറിയില്ലായിരുന്നോ? അറിയായിരുന്നു സാറേ. പെട്ടെന്ന് അമ്മൂമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സാറേ. ആരുടെ അമ്മൂമ്മ? എന്റെ അമ്മൂമ്മ. നിന്റെ ഉമ്മൂമ്മയല്ലേ? ഞാനും ഉമ്മാന്ന് വിളിക്കും, ഒരു അമ്മൂമ്മന്ന് വിളിക്കും. വിളിക്കണേ അല്ലല്ലേ സാറേ കാര്യം, സ്നേഹത്തിലല്ലേ കാര്യം. പിന്നെ ഏതായാലും നിങ്ങൾ 3 പേരും പരീക്ഷ എഴുതാതിരിക്കാൻ വേണ്ടി മുങ്ങിയതാ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിപ്പോ ആശുപത്രിയിലെ കാര്യമല്ലേ, നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇത്രയും പ്രായമുള്ള ഒരു അമ്മൂമ്മയുടെ കാര്യമാകുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ടെസ്റ്റ് കൂടെ നടത്താം. എപ്പോഴാണ് സാറേ? ഇന്ന്, ഇപ്പോ. ദാ ഇങ്ങോട്ടിരുന്നേ, നമുക്ക് ഇപ്പൊ തന്നെ നടത്താം. നീ അവിടെ പോയിരിക്കേ, നീ ഇവിടെ ഇരിക്കും. 3 പേരോടും ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. അതിന് ശരിയായ ഉത്തരം എഴുതിയാൽ പിന്നെ നിങ്ങളുടെ ഒരു പ്രശ്നത്തിലും ഞാൻ ഇടപെടില്ല. പക്ഷെ തെറ്റിയാൽ 3 പേരോടും ഒരൊറ്റ ചോദ്യം. റിയാസിന്റെ ഉമ്മുമ്മയെ ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്? ഗവൺമെന്റ് ആശുപത്രി വെട്ടുകാവ്. ഇത് കുറച്ച് ദൂരല്ലടാ. സെയിന്റ് പോൾ ഹോസ്പിറ്റൽ. ഇവ ഹൈടെക് ആക്കി. പ്രായമായവരെ ഹൈടെക്കിലാക്കുന്നതാണ് നല്ലത്, അല്ല സാറേ? പിന്നെ എന്തോ പ്രൈമറി ഹെൽത്ത് സെന്റർ മുണ്ടൻചോല. അയ്യേ, ഇതൊരുമാതിരി ദാരിദ്ര്യം പിടിച്ച പോലെ ആയല്ലോ. നിന്റെ ഉമ്മുമ്മയോട് നിനക്കുള്ളതിനേക്കാൾ സ്നേഹം ഇവന്മാർക്കുണ്ടല്ലോടാ. ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നടക്കുന്ന ചെറുമക്കൾ. ഓ ശോ, ഇനിയെങ്കിലും അവിടെ തല കാണിച്ചില്ലേ മോശോ. ശരിയാ. അപ്പൊ സാറേ കാര്യങ്ങൾ എങ്ങനെയാ? സാറ് വയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. സാറ് വരുന്നില്ലേ? ഇവന്മാരെ 3 എണ്ണത്തിനെ മുട്ടുകാലിൽ നിർത്തി ഈ പരീക്ഷ മുഴുവൻ എഴുതിച്ചിട്ട് ഞാൻ വിടുന്നു. 2 കാലിൽ നിന്നിട്ട് എഴുതിയിട്ടില്ല. അങ്ങനെ പറ്റില്ലല്ലോ. നമസ്കാരം. പണ്ടേതോ മഹാൻ പറഞ്ഞ പോലെ ശ്വാസകോശം സ്പോഞ്ച് പോലെ. അതുകൊണ്ട് പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. ഇയാൾക്ക് വേറെ പറഞ്ഞോട് പുതിയായിട്ട്? അതെ അതെ, വെറുതെ മനുഷ്യനെ ഉറപ്പിക്കാൻ. അപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുകയില ഉൽപ്പന്നം വന്നാൽ നിങ്ങൾ എന്ത് പറയും? അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ലഹരിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ? ജിജ്ഞാസ. കണ്ടാൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ തോന്നും, ഉപയോഗിച്ചാലോ അടിമപ്പെട്ടു പോകും. അതാണ് ലഹരി. നിങ്ങളുടെ പ്രായമുള്ള കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ജിജ്ഞാസ. ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ ദാ ഈ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടണം. നിങ്ങളുടെ സഹായത്തിന് ഞങ്ങളുണ്ടാവും. ഞാൻ ഷാജി മുകുന്ദ്, എക്സൈസ് ഇൻസ്പെക്ടർ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സ്കൂൾ അധികൃതരോടും അല്പം താമസിച്ചാണെങ്കിലും എത്തിച്ചേർന്ന സ്കൂൾ പ്രിൻസിപ്പലിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അയ്യോ, അയാളുടെ ഒരു അലമ്പ് പ്രസംഗം. എക്സാം കഴിഞ്ഞോ സാറേ? കഴിഞ്ഞു സാറേ. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കും. എങ്ങനെയുണ്ട് പിള്ളേര്? നല്ല ചുറുചുറുക്കുള്ള പിള്ളേരല്ലേ? നീ ഇങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ വാങ്ങിച്ച് വന്നു നന്നായി. നീ ഒരു 3 ദിവസം അടുപ്പിച്ച് മേച്ച് നോക്ക്, അപ്പൊ അറിയാം വിവരം. പിന്നെ വൈകിട്ട് വീട്ടിലാരുമില്ല, എല്ലാവരും കൂടെ ഗുരുവായൂർ പോയിരിക്കാം. ഓഹോ, നീ വരികയാണെങ്കിൽ നമുക്കൊന്നിരിക്കാം. ഓമനക്കുട്ടനുണ്ട്. ആയിക്കോട്ടെ, എന്നാ ഒരു കാര്യം ചെയ്യ്, നീ വരുമ്പോ ഓഫീസ് ഒഴിവാ. വൈകിട്ടോ? എടാ, അപ്പം വീട്ടിൽ കട്ട സീനാണ്. എന്റെ സ്കൂളിൽ വരുന്ന കാര്യം ഉടനെ തീരുമാനം. നീ എന്തിനാ പേടിക്കണ? ഞങ്ങളില്ലേ നിന്റെ കൂടെ? നീ കൂടുതൽ വർത്തനൊന്നും പറയാൻ നിൽക്കണട്ടാ. നീ ഒറ്റൊരുത്തം കാരണമാണ്. എടാ, ഞാൻ എന്തെന്നാണ് ഇന്ന് ലീവ് എടുക്കാന്ന് ഞാൻ പറഞ്ഞാ. എടാ വഴക്കുണ്ടാക്കല്ലേ. എടാ, എന്തായാലും പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ എനിക്കൊരു 3 മാർക്ക് പോലും ഉണ്ടാവില്ല. പിന്നെ അറിയാലോ,
അതിലെൻ്റെ അപ്പനെ വിളിച്ചു വരുത്തും. അതോടെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം. ഈ പേപ്പർ കിട്ടിയാലല്ലേ ഇത് കയ്യിലുണ്ടെങ്കിലല്ലേ അയാൾ നാണം കെടുത്തു. പിന്നെ സാറിന്റെ വീട്ടിലെത്താല്ലേ യോഗം മഹാരാഷ്ട്രത്തെ ചവറൂനല. എന്റെ മോനെ ഷാജി, എനിക്ക് ഉറപ്പാ ഇത് അവന്മാര് തന്നെ ഇത് അടിച്ചു മാറ്റി. പരീക്ഷ പേപ്പറല്ലേ, തന്റെ വീടിന്റെ ആധാരമൊന്നുമല്ലല്ലോ, വിട്ട് കളന്നേ. തനിക്കറിയാമല്ലഞ്ഞിട്ടാ ഇവന്മാരെ തക്കം കിട്ടിയ വീടിന്റെ ആധാരം മാത്രമല്ല പോരയുടെ കഴുക്കോല് വരെ ഊരിക്കൊണ്ടു പോകും. ആ സൈസ് സാധനങ്ങളാന്നേ. എനിക്കെന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല. +2 പഠിക്കുന്ന 3 പിള്ളേരെ കൊണ്ട് ഇമ്മാരി പണിയൊക്കെ ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. ഷാജിക്ക് അവന്മാരെ അറിയാൻ മേലഞ്ഞിട്ടാ. അവന്മാരെ അത് പോയത് അവന്മാരാ. അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ നല്ല കളക്ഷൻ. കറക്റ്റാണോ? ഫ്ലെക്സിന് കുറച്ചുകൂടെ തലയെടുപ്പ് ആകായിരുന്നു. ഫ്ലെക്സിന് പിന്നെ ആനയുടെ തലയെടുപ്പ് വേണോ? യുവമാർ ഉത്സവം തീർന്നതിന് മുമ്പ് കെട്ടി തീർക്കുവോ? എടോ ഒന്ന് എളുപ്പം കെട്ടോ. ഇപ്പൊ ശരിയാക്കി തരാം. സാറേ, വലിയൊരു ജോലിക്കാര്യത്തിന് സാറിനൊരു കത്ത് വേണമായിരുന്നു. എന്താ ഇത്? അപേക്ഷാ ഫോമാ. പഠിക്കട്ടെ. പഠിത്തമൊക്കെ കഴിഞ്ഞ. അതല്ല, ഞാൻ ഇതൊന്ന് അപേക്ഷ ഒന്ന് പഠിക്കട്ടെന്ന്. ശരി സാർ. ശരി. ഉത്സവത്തിന് പിരിവ് ചോദിച്ചപ്പോഴേ തേങ്ങ ഇപ്രാവശ്യം ഇടട്ടെ, കണക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞവനാ. അവന് ഞാൻ കൊടുക്കുന്നുണ്ട് ചേച്ചി. പ്രസിഡന്റ് പറഞ്ഞ അതിന്റെ ശരി. പിന്നെ തന്റെ പിരിവ് ഇതുവരെ കിട്ടിയില്ലല്ലോ. ഇന്നേ മേളക്കാർക്ക് അഡ്വാൻസ് കൊടുക്കേണ്ട ദിവസം. പിരിവിന്റെ കാര്യം പറയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കല്ലേ. അതെ, കാശ് തന്നാലേ വെട്ടിലോട്ട് കാശ് വീഴൂ, എന്നാലേ ഉത്സവം നന്നാവുള്ളൂ. പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം എനിക്കേ മനസ്സിലാവൂ. ഇപ്പൊ ശരിക്കും കാണാവോ? കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം നീ നിന്റെ മുണ്ടെന്ന് താത്തൂടെ. ഓമനെ, താൻ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. വന്ന് വണ്ടി കയറോ. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം. എല്ലാം നോക്കണം. പിന്നെ ഓവർ ആക്കണ്ട. ഞാനാണ് പ്രസിഡന്റ്. ഈ വെറും വയസ്സാ കേട്ടോ. ഒന്ന് കേട്ടടാ. വഴിപാട് വാട്സപ്പിൽ കൂടെ ആക്കിയ പിന്നെ നിന്ന് തിരിയാൻ നേരമില്ല എന്റെ കൃഷ്ണൻകുട്ടി. ഇനിയിപ്പൊ പുതിയൊരു ആപ്പ് തുടങ്ങിയാലോ എന്നാ. അടുത്ത കമ്മിറ്റി വെക്കുന്നുണ്ട്. എന്താ ആപ്പിന്റെ പേരെന്താന്നോ? മാറാപ്പ് മതിയോ? ആപ്പിന്റെ പേരെന്താന്നോ? ലക്ഷ്മി ഒന്ന് വിളിക്കാം. ഹലോ ലക്ഷ്മിക്കുട്ടി. അതെ, രാവിലെ പറഞ്ഞ വഴിപാടെല്ലാം ഞാൻ നടത്തി. ഇയാളെ കൊണ്ട് വലിയ ശല്യം തന്നെ കേട്ടോ. ഉച്ചയ്ക്ക് കോടതി നിൽക്കുമ്പോഴേ തുരുതുരാന്നൊരു 7 വിളി. എനിക്ക് പ്രമോഷൻ കിട്ടാൻ വേണ്ടി അയാൾക്ക് എന്റെ പേരിൽ വഴിപാട് നടത്തണം പോലും. എടാ, അത് നല്ല കാര്യമല്ലേ? നിനക്ക് അങ്ങ് സമ്മതിച്ചാ പോരെ? സമ്മതിച്ചല്ലോ. വൈകുന്നേരം ആകുമ്പോ ബില്ല് അയച്ചു. ഇതാ നോക്കി. എന്റെ അമ്മോ, 8500 രൂപ. നീ പൈസ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. അവിടെ അല്ലേ ട്വിസ്റ്റ്. എനിക്കൊരു 10000 രൂപ അവൻ ഇങ്ങോട്ട് തരാനുണ്ട്. 3500 സ്ക്വയർ ഫീറ്റിന് അമ്പലം വിഴുങ്ങുന്നവനാണോ 6 അടി പൊക്കമുള്ള എന്നെ വിഴുങ്ങാ പാട്? കിട്ടി. അല്ല, കിട്ടും. അമ്പലത്തിന് തിരുമേനിയാ വിളിച്ച് വഴിപാട് കഴിഞ്ഞെന്ന്. ഇനി സമാധാനമായിട്ട് വീട്ടിൽ പോയിരുന്നോ? പ്രൊമോഷൻ ഓർഡറുമായിട്ട് പോസ്റ്റ്മാൻ വീട്ടിൽ വരും. വിളിച്ചാ വിളിയേക്കുന്ന ഭഗവതിയാ. അല്ല ഷാജി, ഈ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണല്ലോ പ്രൊമോഷനൊക്കെ. നിനക്കാൾ 3 വർഷം ജൂനിയർ ആണല്ലോ സദാശിവൻ. അവൻ എങ്ങനെ കയറി പറ്റി? ഓരോ രാഷ്ട്രീയ കളികൾ മാത്രമല്ല, മിനിറ്റ് വെച്ചാൽ ആൾ ഒരു കേസ് ഉണ്ടാക്കുന്നത്. എനിക്ക് പേരിന് പോലും ഇതുവരെ ഒരു കേസ് പിടിക്കാൻ പറ്റിയിട്ടില്ല. എന്താന്നറിയില്ല, ഒന്നിലും അങ്ങോട്ട് ശോഭിക്കാൻ പറ്റുന്നില്ല. തന്നോടൊരു ശത്രു സംഹാര പൂജ നടത്താൻ വേണ്ടിട്ട് നടത്തിയിട്ടല്ലോ. അങ്ങനെ ഇരിക്കും. കുറെ കാലമായി എന്ത് പറഞ്ഞാലും ഒരു പൂജയും വഴിപാടും വേർപ്പിക്കാനായിട്ട്. ഇതന്നെ ഞാൻ പറഞ്ഞത്, മനുഷ്യനെ കുറച്ച് ദൈവഭയം വേണം. പിന്നെ ദൈവഭയം ഉള്ളതുകൊണ്ടായിരിക്കും രാവിലെ തന്നെ കുരിന്നിട്ട് അടിച്ചോണ്ടിരിക്കുന്നത്. എടാ ഷാജി, മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും എന്തിനാ കുടിക്കുന്ന ബ്രാൻഡിയിൽ പോലും ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്ക് അടിക്കാം. വെറുതെ നിനക്ക് പ്രൊമോഷൻ കിട്ടാത്തത്. ഓമന എന്റെ പ്രൊമോഷൻ പിടിച്ച് കളിച്ചാലുണ്ടല്ലോ. എടാ, എന്റെ സ്വന്തം അമ്പലത്തെ പിടിച്ച് കളിക്കണം. നിന്റെ പ്രൊമോഷൻ പിടിച്ചാൽ പലപ്പോഴും മനസ്സമാനമായിട്ട് 2 പെഗടിക്കാന്ന് വിചാരിക്കുമ്പോ അവന്റെ ഒക്കെ അമ്പലവും പ്രൊമോഷനും ഇരിക്കടാ. കുടിയടാ, ഒരു നിസ്സാര കാര്യം വെറുതെ അങ്ങോട്ട് ഓവറാക്കുക. ശരിയാ, പവിത്രം പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഓവറായി. ഞാനും ചുമ്മാ ഏതാണ്ടൊക്കെ പറഞ്ഞു പോയി. വിട്ടുകളാട്ടോ. ഇറ്റ്സ് ഓക്കെ, വിടറാ. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ ആ പിള്ളേരുടെ കാര്യം ആലോചിച്ചത്. എന്റെ പവിത്ര, നീ ഇവിടെ വെച്ചെങ്കിലും പിള്ളേരുടെ കാര്യം വിട്ട് വലിയവരുടെ കാര്യത്തിലേക്ക് ഒന്ന് വാ. അതല്ലടാ ഓമനെ, പവിത്രം പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ല. നീ പറഞ്ഞത് ശരിയാ. 18 വയസ്സ് കഴിഞ്ഞ പിള്ളേർ ഇത്രയൊന്നും ഷോ കാണിക്കാറായിട്ടില്ല, അതും ട്രിപ്പിൾസ്. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. എടാ, ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ ട്രിപ്പിൾ വെച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്താ സിസ്റ്റം നിനക്ക് അറിയാമല്ലോ. ചേട്ടാ, ഞങ്ങൾ പോലീസ് നമ്മുടെ ബൈക്ക് പിടിച്ച് വെച്ചേക്കാണ്.
സർ 15 മിനിറ്റ് വന്ന് എനിക്ക് കുറച്ച് പൈസ അറേഞ്ച് തരാൻ പറ്റുമോ? ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. സാറേ ഒരു അബദ്ധം പറ്റിപ്പോണു സാറേ. അബദ്ധോ? എന്നിട്ട് നീയൊക്കെ ദിവസവും ബൈക്കിലാണ് സ്കൂളിൽ പോകുന്നത് ഞാൻ അറിഞ്ഞേ. അങ്ങനെയൊന്നുമില്ല സാറേ. അപ്പൊ നിങ്ങളുടെ ആ സാറുണ്ടല്ലോ, എന്താ പ്രതാപനോ പവിത്രനോ, അങ്ങനെ പിന്നെ എന്താ നുണ പറഞ്ഞാണോ? സാറേ സാറിന്റെ പണി ഞാൻ കാല് പിടിച്ചോളാം. 3000 ഒന്നും ഉണ്ടാവില്ല സാറേ, ഒരു 1500 ഉണ്ടാവും. ആ നീ ആ ബോർഡ് കണ്ടോ? ആ പോലീസ് സ്റ്റേഷൻ. അല്ലാതെ മീൻചന്തയൊന്നും അല്ലല്ലോ. വേറെ വഴിയില്ലാത്തോണ്ടാണ് സാറേ. വീട്ടുകാരെ വിളിച്ചു വരുത്തി എല്ലാം കൂടി ഒരു 15000 രൂപ ഫൈൻ അടക്കേണ്ട കേസാ. വേണേ ഒരു 3000 തന്നിട്ട് വയ്ക്കോ. സാറേ ഞാൻ പൈസ കൊണ്ടുവരാം. ആ ശരി, വരുമ്പോ വിളിക്കേ. ഇവനിക്ക് എവിടെ നിന്നാണ് ഈ പൈസ? അതല്ലടാ, നീ പൈസ എവിടെ നോപ്പിച്ച്? നീ അപ്പം നിന്നാ മതി, കുഴി എണ്ണ നിൽക്കണ്ട, വണ്ടി വിണേറെ. സാർ ഇത് അവന്മാര് തന്നെ, അവന്മാരല്ലാതെ വേറെ ഒരാളും ഇത് എടുക്കില്ല, എനിക്ക് ഉറപ്പാ. സാറ് കണ്ടോ അവന്മാരാണെന്ന്? കണ്ടില്ല. തെളിവില്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണോ സാറേ? സാറ് പറ. സാറിനറിയോ ഉത്തരക്കടലാസ് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സാറന്മാർക്കാ. ഇത് പുറത്തറിഞ്ഞാലുള്ള കുഴപ്പം സാറിന് തന്നെയാ. സാറിന് സസ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സാർ ഇതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കാൻ നിൽക്കണ്ട. ശരി, അവന്മാര് കയറി വന്ന സാറും കണ്ടതല്ലേ. ഇപ്പൊ സമയത്രേ തോന്നുമ്പോ കയറി വരുന്നത് സത്രമാണോ? ഓ അതാണോ കാര്യം? അവന്മാര് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു വരുന്ന വഴി വണ്ടി പഞ്ചറായി വരാൻ ലേറ്റ് ആവുന്നു. സാർ അവന്മാരുടെ വണ്ടി വിട്ടുകളെ സാറേ, പയ്യന്മാരല്ലേ. സാർ സുജ ടീച്ചർ തരാൻ പറഞ്ഞു. നീ ക്ലാസ്സിൽ പോയിക്കോ. ശരി സാർ. അപ്പൊ സാറേ ഇവന്മാരുടെ കാര്യം എങ്ങനെയാ? ഇവനാ ശാസ്ത്രമേളയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യമാണോ? അതെ. സാറിന്റെ നടുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? നടുവേദന മാറിയോ? എന്നാ പിന്നെ സാറ് തന്നെ കൊണ്ടുപോയാൽ മതി. പവിത്ര സാറേ, സാറേ നിക്ക് സാറേ. സാറേ ഇതിങ്ങനെ മതിയോ? ഫസ്റ്റ് എന്നോട് തന്നെ ഒന്ന് വന്നേ. ഈ സുരേന്ദ്രൻ സാർ ഒരു വള്ളികൾ ഉണ്ടാക്കി വെച്ചു. ഇത് ഞാൻ പിടിക്കണോ? ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് എടി ഞാൻ വിളിക്കാം. അതെ ദാ ഫുഡിന്റെ കൂപ്പൺ. ഭക്ഷണത്തിന്റെ സമയത്ത് എവിടെങ്കിലും പോയി വായി നോക്കി നിന്നിട്ടേ സമയം കഴിഞ്ഞ് സാറേ മേടിച്ചാന്ന് പറഞ്ഞ എന്റെ കാശില്ല കേട്ടോ. നിന്റെ റൂം നമ്പർ 21 ദേണ്ട ആ ബ്ലോക്കിൽ മൂന്നാമത്തെ അങ്ങോട്ട്. എടാ നിന്റേത് 14 ഇതുകൊണ്ടാ ഫസ്റ്റ് റൂം. ഇനി നിന്റെ ഏതാ സബ്ജക്ട്? അപ്ലൈഡ് കൺസ്ട്രക്റ്റീവ് മാത്തമാറ്റിക്സ്. വാ തപ്പി നോക്കാം. അപ്ലൈഡ് കൺസ്ട്രക്റ്റീവ് മാത്തമാറ്റിക്സ്. ഓ അങ്ങോട്ടാണോ? ഇവന്മാരിത് എവിടെ കൊണ്ടാണോ വെച്ചേക്കുന്നത്? എടാ ഒരു ശാസ്ത്രമേളയ്ക്ക് വരുമ്പോഴെങ്കിലും നിന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കൂടെ? മുടി കണ്ണിലേക്ക് വീണിട്ട് കോൺസെൻട്രേഷൻ പോയില്ലേ? അയ്യോ ലിൻഡ ടീച്ചറെ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ സ്കൂളിലെ സ്റ്റാഫ് വളരെ കുറവാ, അതുകൊണ്ട് എല്ലാം കൂടെ എന്റെ തലയിൽ എടുത്ത് വെച്ചേക്കുക. പിന്നെ എടാ നിന്റെ ആ സാധനം എന്തായിരുന്നു? അപ്ലൈഡ് കൺസ്ട്രക്റ്റീവ് മാത്തമാറ്റിക്സ്. ആണ്ടത് അത് ഇവിടെ എവിടെ ആയിട്ടാ? അത് അപ്പുറത്തെ ബ്ലോക്കിലാ. സാറ് വായോ, ഞാൻ കാണിച്ചു. അതെ ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പ്. ടീച്ചറിന് വിരോധം ഇല്ലെങ്കിൽ ഇവനെ അങ്ങോട്ട് എടാ നീ ടീച്ചറിനോട് പോയിട്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്താ. ടീച്ചർ ഇവനെ അവിടെ വിട്ടിട്ട് ക്യാൻറ്റീനിലോട്ട് പോരും, ഞാൻ അവിടെ കാണും. ടീച്ചറിന്റെ നമ്പർ പഴയ തന്നെയല്ലേ? ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്? മലയാളം. അശ്വതി ഒരു മിനിറ്റ്. എന്താ മിസ്? ഈ കുട്ടിക്ക് ഡി ബ്ലോക്കുള്ള നമ്മുടെ കോമ്പറ്റീഷൻ ഹാൾ ഒന്ന് കാണിച്ചു. ഓക്കെ, അശ്വതിയുടെ കൂടെ ചെന്നാ മതി കേട്ടോ. ഞാൻ വന്നേക്കാം. വരൂ. എന്താ പേര്? രാഹുൽ. ഫസ്റ്റ് ടൈം ആണോ കോമ്പറ്റീഷന്? അല്ല. അശ്വതിയോ? അല്ല, ഞാനിവിടെ വോളണ്ടിയറിംഗ് ഡ്യൂട്ടിയില്ല. ഇതാ ക്ലാസ്. ശരി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. മിസ് കേറിക്കോട്ടെ? ഓക്കെ. ടീച്ചർ പോയിക്കോ, ഇനി ഞാൻ നോക്കിക്കോളാം. ഓക്കെ മിസ്. നോക്കിയായിരുന്നോ? ഓക്കെ.
സോറി കോമ്പറ്റീഷൻ തുടങ്ങിയില്ലേ? എന്താ അവിടെ? രാഹുൽ വാട്ടർ ക്യാൻ വാട്ടർ ക്യാൻ. മിസ് എന്താ? കുറച്ച് വെള്ളം കുടിക്കാൻ. പെട്ടെന്ന് പോയിട്ട് വാ. ഓക്കെ മിസ്. ആണോ? ഇവിടെ തന്നെ വന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ആദ്യമായിട്ട് ചേച്ചി ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയിൽ തന്നെയാണ്. അപ്പോ നിങ്ങൾ കഴിക്കാറായില്ലേ? ഫുഡ് കഴിക്കാൻ ടൈമായി, പിന്നെ കാണാം. മൊത്തത്തിൽ പ്രശ്നമാവോ? വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാ തോന്നണേ. എടാ ഒരു സീനുണ്ട്. എന്ത് പറ്റി? നോക്കാൻ കാണാനില്ല, തപ്പിയിട്ടും കിട്ടിയില്ല. എടാ നോക്കണ്ടേ, വാ ഒരു വഴിയുണ്ട്. അയ്യോ, എക്സ്ട്രാ ടോക്കൺ കിട്ടുന്നതിനും കുറച്ച് സംശയം. വേണ്ട, ഞങ്ങൾ വോളണ്ടിയേഴ്സിൻ്റെ കൂട്ടി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ സ്റ്റേജിന്റെ ബാക്ക് സൈഡിലാ. അത് കുഴപ്പമില്ല, ഞാൻ വന്നോളാം. ഓക്കെ. എടാ ഒരു മിനിറ്റ് ഒന്ന് വന്നേ. എന്താടാ? എടാ അതെ, ഞാൻ ഈ വോളണ്ടിയേഴ്സിന്റെ കൂടെ കഴിക്കാം. നീ കൂപ്പം വിളിച്ചേക്കും എന്റെ. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവരുടെ പോയിക്കോളാം. എടാ അതല്ല, ഈ വോളണ്ടിയേഴ്സിന്റെ കൂടെ കഴിക്കുമ്പോഴേ ചോറും തരുവാ. അപ്പോ എനിക്ക് നൊയമ്പാണ്, അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ആ കൃതിക, ടോക്കൺ കിട്ടി, വാ പോവാം. എന്നാ ശരി ചേച്ചി. ട്യൂഷൻ സെന്ററിന്റെ പേരെന്താന്ന് പറഞ്ഞേ? പ്രയാഗ ട്യൂഷൻ സെന്റർ. അടിപൊളി. ഭയങ്കര പായസം. പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നല്ലേ? ദേ നോക്കിയേ. അവന്റെ ഒരു ചോറും മോരും. കൊള്ളാം. നീ എന്താടാ വിചാരിച്ചത്? എന്റെ പഠിച്ച് കടന്നു കളയാന്നോ? നിന്റെ അപ്പനെ വിറ്റ കാശുണ്ടോ എന്റെ പറയണ്ടടാ. നീ മുങ്ങി നടന്നിട്ട് എവിടെ പോവാ? എന്റെ അപ്പനെ വിറ്റ കാശിന്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ വീശി നോക്കടാ. നമുക്ക് പോവാം, ചെലവാൻ നോക്കാം. നമുക്ക് പോവാം. സീനാണ്. വിടടാ, നടക്ക്. പോവാം. ആർക്കാണ് ഞങ്ങളുടെ ചോറിനെ തുറന്നേ? നീയൊക്കെ GSS തൊട്ടിട്ട് ഇവിടുന്ന് പോകുന്നു വിചാരിച്ചാ? നീ എന്ത് ചെയ്യാനാ? പുറത്തേക്ക് പോടാ. പോടാ 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 പോടാ. പോട്ടെ പോട്ടെ. അതല്ല, എനിക്കെന്തു പറ്റി? എടാ പിന്നെ നമ്മുടെ സ്കൂളിൽ വന്നൊരുത്ത സ്കീം ഇറക്കിയാൽ നമ്മളിവനെ നോക്കി നിക്കണ. എടാ നീ എന്ത് ഭാഷയാണ് പറയണത്? റോഹിത് സാർ വരണ്ട, വിട്ടോടാ. എന്താടാ അവിടെ? ക്ലാസ്സിൽ പോടാ. എടാ ശരിക്കും ഞാൻ അവനെ പിടിച്ച് ഇടിച്ചേനെ. പിന്നെ വലിയൊരു സീൻ ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ച ഞാനത് വിട്ടെന്നേ ഉള്ളൂ. എടാ നീ ഒന്ന് തള്ളി മറിക്കാതാ. ഞങ്ങൾ ആ സമയത്ത് വന്നില്ലേ എന്തിനാ റബ്ബർ മരത്തിൽ നിന്ന് ഒട്ടുപാല വലിച്ചെടുക്കേണ്ടി വന്നേനെ. എടാ എന്നാലും കടം മേടിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തല്ലുവോടാ. നീ അതൊക്കെ വിട്ടേ. ഇവനെന്തേണ നിക്കണാ പോണാ? എടാ ഇവനൊന്ന് വന്നപ്പോ മുതലേ എനിക്ക് തോന്നി ഇവന്റെ ഇളക്കം കണ്ടാലറിയായിരുന്നു എന്തോ ഒരു ടൈപ്പും വരുന്നത്. എടാ രാഹുലേ, നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ഇമാര് പെണ്ണോസൊന്നും എടുക്കാറില്ല. നീ പോയിക്കേ, നിനക്ക് അതാ നല്ലത്. എടാ നമ്മളൊക്കെ ഒരു ക്ലാസ്സിലായിട്ട് ഞാൻ വേറെ അടുത്ത് പോയി സഹായം ചെയ്യണം മോശമല്ലേ? അത് മാത്രമല്ല, അബിയുടെ വീടിന്റെ അടുത്താണ് അശ്വതിയുടെ ട്യൂഷൻ സെന്റർ. അതാ ഞാൻ നിങ്ങളുടെ തന്നെ വന്നത്. അതൊന്നും നടക്കത്തില്ല. എടാ എനിക്ക് പ്രിൻസിയുടെ റൂട്ടിലേക്കുള്ള ഒരേ ഒരു തടസ്സം ഇവനാണ്. അതിന് ഇവനിക്ക് വേറെ ലൈൻ സെറ്റ് ആയി അറിഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടില്ലടാ. ഒന്നുകൂടെ നിക്കടാ. അതൊന്നും പറ്റൂല. അതെ, നിങ്ങൾക്ക് അഡ്വാൻസ് തരാന്ന് പറഞ്ഞിട്ടാ വന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. തരട്ടെ? നമുക്കൊന്ന് ഇടപെട്ടാലാ? ശരി. ആ കൊച്ചു പഠിക്കുന്ന ട്യൂഷൻ സെന്റർ എവിടെ പറഞ്ഞ?
വെച്ചോളാം. മഞ്ഞുതുള്ളികൾ പെയ്തിടുന്ന പോൽ മനമാകെ വന്നൊരിഷ്ടം. അല്ലിമുല്ലകൾ പൂവിടുന്ന പോൽ അറിയാതെ വന്നൊരിഷ്ടം. മിഴിതൻ മൊഴികൾ ചിരികൾ വിരലിൽ വിരലാൽ തഴുകൾ. ഒരു മാരിവില്ലു പോൽ പല ചായ മൂടിതാ ഹൃദയം വാനിൽ ഉയർന്നേ. നെഞ്ചിൻ ചുമരാകെ സഖി നിൻ പേരെഴുതി കനവില പിഴിയണ മഷിയാൽ തെന്നൽ തനു പുൽകുന്നതു നീയായി കരുതി പല പല നിലവിൽ മുഴുകി. മുകിലോർമ്മയൊന്നിനാൽ ചിറകാർന്ന പക്ഷി പോൽ ഹൃദയം വാനിൽ ഉയർന്നേ. മഞ്ഞുതുള്ളികൾ പെയ്തിടുന്ന പോൽ മനമാകെ വന്നൊരിഷ്ടം. കാണാൻ കൊതിയോടെ മനമോരോ നിമിഷം ഒളിമിഴിയെറിയണ കുതുകം. നീ എന്നൊരു വാക്കിൽ നിറയുന്നുലകം. പുലരികൾ പകലുകളിരവും അനുരാഗ താരകം തിരിനീട്ടിടുന്ന പോൽ ഹൃദയം വാനിൽ ഉയർന്നേ. മഞ്ഞുതുള്ളികൾ പെയ്തിടുന്ന പോൽ മനമാകെ വന്നൊരിഷ്ടം. അല്ലിമുല്ലകൾ പൂവിടുന്ന പോൽ അറിയാതെ വന്നൊരിഷ്ടം. മിഴിതൻ മൊഴികൾ ചിരികൾ വിരലിൽ വിരലാൽ തഴുകൾ. ഒരു മാരിവില്ലു പോൽ പല ചായ മൂടിതാ ഹൃദയം വാനിൽ ഉയർന്നേ. പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതെല്ലാവരും അസൈൻമെന്റ് ആയിട്ട് എഴുതിക്കൊണ്ട് വരണം കേട്ടോ. ഓണപരീക്ഷയ്ക്ക് ഈ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. ഓണപരിപാടിയുടെ ഒരു നോട്ടീസ് ഉണ്ട്. രാവിലെ ഓണപരീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഓണപരിപാടികളുടെ നോട്ടീസ് എത്തിയല്ലോ. ആരൊക്കെയാ ഓണപരിപാടികൾക്ക് പേര് കൊടുത്തിട്ടുള്ളത്? ഓ, റിയാസ് ഏത് പരിപാടിക്കാ? ഓണത്തല്ലിനാണോ? അല്ല മിസ്സേ, തിരുവാതിരക്ക്. എന്താ? ഓണപ്പാട്ടിനാണ് മിസ്സേ. ആ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിലേക്ക് യാതൊരു കാരണവശാലും പുറത്തു നിന്നുമുള്ള ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തിടെ ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതിനാൽ ആണിത്. ഒന്ന് ഒപ്പിട്ടാൽ. ആ, ശരി. ഓക്കെ. ഓണാഘോഷമൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ ചെയ്യാം. ഡൊമിനിക് മാഷേ, ഒരു മിനിറ്റ്. എന്താ സാറേ? സർ, എന്താ ടീച്ചറെ വിശേഷം? ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നു. ആ, അതായിട്ടുള്ള സന്തോഷം. ആയി ശരി. സന്തോഷം ഇതിലും ഒതുക്കിയില്ലയോ സാറിനോട്? എടുക്ക് സാറേ. എടുവോ? എനിക്ക് വേണ്ടി ടീച്ചറെ.
ഇപ്പോഴേ ഷുഗർ ഹയ്യ. ടീച്ചർ സ്നേഹത്തോടെ തരുന്നല്ലോ മാഷെ. ഒരു ലഡു കഴിക്കിങ്ങള്. ചെറുത് കുറച്ച് കഴിക്കാം. എടുക്ക് സാർ, ഇച്ചിരി എടുക്ക്. ഒപ്പിട്ടോ. ഞാൻ ചെയ്തോളാം. ശരി സാർ. പക്ഷേ ഇതൊന്ന് നോക്കി, ഈ കുട്ടിക്ക് ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ? ഇത് നമ്മുടെ പവിത്രൻ സാറിന്റെ മോളല്ലയോ? പവിത്ര മാഷിന്റെ മോളോ? ആ, അശ്വതി. സാറിന് കണ്ടിട്ട് മനസ്സിലായില്ലയോ? ആദ്യം പിടിയിട്ടില്ല. നല്ല അസലായിട്ട് വരച്ചിട്ടുണ്ട്. ഏതായാലും കറക്റ്റ്. സ്ട്രോക്സ് ഒക്കെ കണ്ടില്ല. നമ്മുടെ സ്കൂളിൽ ഇത്രയും നന്നായിട്ട് വരയ്ക്കുന്ന പിള്ളേരുണ്ടോ സാറേ? ആ വെള്ളം ഒന്ന് എടുത്തേ. ഓ, ആ. ഇതാരാ സാറേ വരച്ചേ? സാറേ, യ്യോ, സാറേ, എന്നോട്ട് സാറേ, 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 മോനിച്ച, ഒന്ന് ഓടി വാ. എടാ, വന്ന്. എടാ, എന്ത് പറ്റി സാറേ? അയ്യോ, സാറേ, മോനിച്ച, എന്ത് പറ്റി? അയ്യോ, എങ്ങനെയുണ്ടോ? സത്യം പറഞ്ഞ നല്ല ബോറായിട്ടുണ്ട്. അത് ശരിയാ. ഒന്ന് പോയേടാ. അതിപ്പോ ഇങ്ങനെയല്ലേ ഇപ്പൊ? അല്ല, അപ്പൊ ഇങ്ങനെയാണോ? ഡാടാ, ദേ ക്നാപ്പം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കാം. ഡാമനെ ഇവിടെ ഇരിക്കേ. നിന്നോട് നല്ല വെടുപ്പായിട്ട് പറഞ്ഞാലേ ഈ പരിപാടി നടക്കൂലെന്ന്. എടാ, എനിക്ക് അവളെ മറക്കാൻ പറ്റണല്ലടാ. എടാ, ഇത് വല്ല ബില്ലാത്തിന്റെ മോളൊക്കെ ഞാൻ സെറ്റ് ചെയ്തരാ. ഇപ്പൊ അതും പറ്റൂല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബേക്കറി സംസാരിക്കാം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. നിർത്തരുത്. ഒരു കാര്യം പറയാനുണ്ട്. പവിത്രൻ സാറിന്റെ പ്രിൻസിപ്പാലായിട്ട് ചാർജ് എടുക്കാൻ പോകണ്ട. അതിനെന്താ ഞങ്ങൾ തലേ കുത്തിക്കണം? സുരേന്ദ്രൻ സാർ ആശുപത്രിയിലായത് കാരണം ഓണപ്പരിപാടി ഒന്നും വേണ്ടെന്ന് വെക്കാൻ പോകണമെന്നാണ്. എടാ, അങ്ങനെ ശരി വന്നേ. എടാ, നമ്മുടെ ഫണ്ട് വന്നേ. എടാ, വന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എല്ലാ പ്രതീക്ഷയും പോയി. പരിപാടി ക്യാൻസൽ ചെയ്യാൻ നമ്മളിപ്പോ എന്ത് ചെയ്യും? പ്രഷർ എത്രയാ? നോർമലാ. ശരി, ഓക്കെ. എന്നാ സാറേ മതിയടാ. കഴിക്ക് സാർ. മതി. ഇവനെന്താ കുറച്ചു നേരമായിട്ട് ആലോചിക്കുന്നേ? അല്ല, ഞങ്ങൾ അവിടെ നിന്ന് ഇല്ലായിരുന്നെങ്കിൽ സാറിന്റെ അവസ്ഥ എന്താകുമായിരുന്നെന്ന് ആലോചിക്കായിരുന്നു. ആ, ശരിയാ. എല്ലാം ദൈവം നിശ്ചയ മക്കളെ. സാറേ, ഞങ്ങൾ എന്നാ പയ്യെ ഇറങ്ങിക്കോട്ടെ. സാർ റെസ്റ്റ്. പോയി മക്കളെ. പോയി വാ. എൻ്റെ സ്കൂളിൽ പിള്ളേരായിട്ട് നിന്നെ കാണാൻ വന്നത് നിങ്ങൾ മാത്രമാ. സന്തോഷമുണ്ട് മക്കളെ. ആ സാറേ, സമയത്തിന് മരുന്നയക്കണേ. ആന്റി, സാറിനൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചേക്കണേ. ശരിയെന്നാ. അതെ, നമുക്കല്ലേ മക്കളില്ല എന്ന് പറഞ്ഞ സങ്കടം. പക്ഷെ മക്കളുണ്ടല്ലോ, കണ്ടില്ലേ എന്ത് സ്നേഹം മക്കൾക്ക്. സാറേ, എന്താടാ? സാറേ, ഒരു കാര്യം പറയാൻ മറന്നായിരുന്നു. നമ്മുടെ ഓണപരിപാടിയുടെ പിരിവെല്ലാം നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞിരുന്നു. ഈ ചെണ്ടക്കാർക്കും മേളക്കാർക്കും ഒക്കെയുള്ള അഡ്വാൻസ് നമ്മൾ കൊടുത്ത് കഴിഞ്ഞതാ. പക്ഷെ ഇപ്പോൾ പവിത്രൻ സാറ് പറയുന്ന പരിപാടി ക്യാൻസൽ ചെയ്യണമെന്നാ. സാർ, അത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ശരിയാക്കി തരണം. ഓക്കെ? മരുന്നൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോഴാ ശരിക്കും മനസ്സിലായത്. ഹലോ സാറേ, മൈക്ക് നോക്കണേ. സാറേ, നമ്മൾ പറയാനുള്ള കാര്യം വളച്ചിട്ടില്ല, നേരെ അങ്ങ് പറഞ്ഞാൽ മതി സാറേ. പക്ഷെ പിള്ളേർക്ക് അതൊരു ഭയങ്കര വിഷമമാവും. പിള്ളേർക്ക് എന്തിനാ വിഷമാവുന്നത്? സാറേ, സ്കൂൾ ലൈഫിൽ ഇതൊക്കെയല്ലേ ഉള്ളൂ. അത് പെട്ടെന്ന് ക്യാൻസൽ ആയെന്ന് കേൾക്കുമ്പോൾ അവർക്ക് വിഷമാവില്ലേ? പെട്ടെന്ന് ക്യാൻസൽ ആയതല്ലോ, നമ്മൾ സ്റ്റാഫ് മീറ്റിംഗ് കൂടി ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ. പിന്നെ കുട്ടികൾക്ക് വിഷമാവുന്നത് പരിപാടി ക്യാൻസൽ ആവുന്നതുകൊണ്ടല്ല, സുരേന്ദ്രൻ സാർ ആശുപത്രി കിടക്കുന്നുണ്ട്. അതെ, സാർ അനൗൺസ് ചെയ്തു. എടോ, ഈ ലിസ്റ്റ് ഇത് മൊത്തം. ഡിയർ സ്റ്റുഡൻസ്, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ വർഷം നമ്മൾ നടത്താനിരുന്ന ഓണാഘോഷ പരിപാടി സുരേന്ദ്രൻ സാർ. സാറേ, അല്ല, നമ്മള് സ്റ്റാഫ് മീറ്റിംഗിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണ് സാർ. ഞാനൊന്ന് എന്താ? ഓ, ശരി. എന്താ സാറേ? ഈ വർഷം നടത്താനിരുന്ന ഓണാഘോഷ പരിപാടികൾ യഥാസമയം തന്നെ നടക്കുന്നതായിരിക്കും. ഇന്നലെ ഇവന്മാർ ഓറഞ്ചും ആപ്പിളായിട്ട് സുരേന്ദ്ര സാറെ കാണാൻ പോയിന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഡൗട്ട് അടിച്ചതാ. അതിപ്പോ സത്യമായി.
ഇതിലേ പോടാ. നമുക്ക് പൊളിക്കാട്ടോ. ഞാനങ്ങും പോകുന്നില്ല. ഇതൊക്കെ വലിയ വലിയ പുള്ളികൾ നടത്തുന്ന പരിപാടിയല്ലേ, നമുക്കെന്ത് കാര്യം? എന്നാലും ആ സുരേന്ദ്രൻ സാർ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും ആക്ടിംഗ് പ്രിൻസിപ്പൽ ആയിരിക്കുന്ന സമയത്ത് സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ പോവാതിരുന്ന മോശമല്ലേ? ഏയ് ഒരു കുഴപ്പമില്ല. ഞാൻ റെഡി. നീ ഇതെവിടെ പോകുന്നു? ഓണപരിപാടിക്ക്. ഏത് ഓണപരിപാടി? അച്ഛന്റെ സ്കൂളിലെ ഓണപരിപാടി. പൊലി 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 പൂവേ പൂവേ പൂ പൊലി പൊലി പൂവേ പൂവേ പൊലി 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 പൂവേ പൂവേ പൂ പൊലി പൊലി പൂവേ പൂവേ. ഉള്ളം നിറയെ പൂക്കൾ വിതറും ചിങ്ങപ്പൂക്കാരി നിന്നെ കണ്ടല്ലോ. തപ്പും തകിലും താളം തുടിയും ഓരോ മുറ്റത്തും കൊട്ടി കേട്ടല്ലോ. പൂപ്പാട്ടുകളോടെ പൂത്തുമ്പികൾ പോലെ മനസ്സു നിറഞ്ഞു കളിച്ചു ചിരിച്ചു കൊണ്ടാടിയിടേണ്ടേ ഓണക്കാലം. പൂക്കൾക്കൊപ്പം ചേരാൻ ദൂരെ നാട്ടീന്നും പൂവെത്തുന്നേ. തുള്ളിത്തുളുമ്പും ഉല്ലാസമോടെ എല്ലാം മറന്നു നമ്മൾ ഒരു മനമായി ഒരു കുട തൻ തണലിന് താഴെ കൂടുമ്പോ ഓണക്കാലം. ഉള്ളം നിറയെ പൂക്കൾ വിതറും ചിങ്ങപ്പൂക്കാരി നിന്നെ കണ്ടല്ലോ. എത്താക്കൊമ്പത്തേതോ പൂവിൻ പൂരമൊന്നും കാണുന്നില്ലേ ചൊല്ലുകുമ്മാട്ടി കൂത്താടേണ്ടേ. ഏറെ കൊതിച്ച വർണ്ണം നിറച്ചു ചേലിൽ വരച്ചു തന്നേ. കനവുകളിൽ കരുതിടുവാൻ ഒരു പിടിയോമൽ ചിത്രങ്ങൾ. ഓണക്കാലം. ഉള്ളം നിറയെ പൂക്കൾ വിതറും ചിങ്ങപ്പൂക്കാരി നിന്നെ കണ്ടല്ലോ. തപ്പും തകിലും താളം തുടിയും ഓരോ മുറ്റത്തും കൊട്ടി കേട്ടല്ലോ. പൂപ്പാട്ടുകളോടെ പൂത്തുമ്പികൾ പോലെ മനസ്സു നിറഞ്ഞു കളിച്ചു ചിരിച്ചു കൊണ്ടാടിയിടേണ്ടേ ഓണക്കാലം. ഇതെവിടെ കണി വിളിച്ചോണ്ട് പോണത്? ഇതെങ്ങോട്ടാണ്ടിത്? ആ ഓണമൊക്കെ അല്ലേ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ ഇത്ര എന്തൊരു ആഘോഷം? എന്താ ക്രിസ്മസാ? എടാ ഇത് ആ ആഘോഷം അല്ലടാ, നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു ആഘോഷമൊക്കെ വേണ്ടേ? എടാ നമ്മുടെ സ്കൂളിന്റെ ബാക്കിൽ ഇങ്ങനെയൊക്കെ സ്ഥലമുണ്ട്. ഇതൊക്കെ ഏത് സ്ഥലമാ? നീ ഇതുവരെ കാണാത്തൊരു സ്ഥലമാ. എന്താണിത്? കഞ്ചാവാ? അതൊക്കെ പറയടാ. ഇതൊന്നും വേണ്ട, നമുക്ക് വാ നമുക്ക് പോവാ. ഇതെവിടെ നിന്നാണിത്? അന്ന് തന്നെ സ്കൂളിൽ വെച്ച് തല്ലാൻ പിടിച്ച രോഹിത്തില്ലേ? ആ സാറേ ഞാൻ പൈസ കൊണ്ടുവരാം. ശരി, വരുമ്പോ വിളിക്കേ. ഇവനിക്ക് എവിടെ നിന്നാണ് ഈ പൈസ? എന്താടാ പൈസക്ക് ഇത്ര അത്യാവശ്യം? ചേട്ടാ അത് ഞാൻ പറയാം. ഞാൻ വൈകിട്ട് വിളിക്കേ, ഒരു കാര്യമുണ്ട്. ആ ശരിയേട്ടാ. എന്നാടാ
വലിച്ചോ? വേണ്ട വേണ്ടത്തോണ്ട. ട്രൈ ചെയ്. വലിക്കേ. ഇവൻ എന്തൊക്കെയാ പറയണേ? എടാ നിന്റെ അപ്പനമ്മ ഗൾഫിലാണ്, നിനക്ക് ജീവിക്കാൻ സ്വന്തമായിട്ട് കടയൊക്കെ ഇല്ലേ? എടാ എനിക്ക് സമ്പാദ്യമായിട്ട് പണിക്കാൻ പറ്റാത്തൊരു അപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ കത്തിക്കാൻ പോണു. വേണ എടാ എടുത്തോടാ, സേഫാണ്. എന്താണ് ഇവിടെ പരിപാടി? ചോദിച്ചു കേട്ടില്ലേ? ഒന്നുമില്ല സാറേ. എന്താണ് ഇത്? നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. എന്റെ സാർ, ഇത് സിഗരറ്റ് അല്ല, കഞ്ചാവാ. ഇനി സിഗരറ്റും കഞ്ചാവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ സാറിനെ പഠിപ്പിച്ചു തന്നിട്ട് വേണം. ഇപ്പൊ പ്രിൻസിപ്പലിന്റെ ചാർജ് എനിക്കാ. ആ ഒരു മര്യാദ കൊണ്ടാണ് നിങ്ങളെ വിളിപ്പിച്ചത്. നിങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ളതൊക്കെ പറയാം, പക്ഷേ തീരുമാനം എന്റേതായിരിക്കും. എന്നാൽ ഇവന്മാരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സാറേ, പിള്ളേർ ചെയ്ത വലിയ തെറ്റ് തന്നെയാണ്. എന്നാലും ഇപ്പം അത് പുറത്തു പറയണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഒരു സസ്പെൻഷൻ കൊടുത്താൽ പോരെ? പിന്നെ പിള്ളേരുടെ ഭാവി നമ്മളൊന്ന് നോക്കണ്ടേ? ഇവന്മാര് 3 ഭാവിയും ഭൂതം ഓർത്ത് നിങ്ങൾ വെറുതെ വേവലാതിപ്പെടണ്ട. വേറെയും കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ ഇവിടെ. ഈ 3 വേണ്ടിയിട്ട് ബാക്കി 300 ഭാവികളെ ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഡൊമിനിക് സാറിനൊന്നും പറയാനില്ലേ? ഇല്ല സാറേ, പല കാര്യത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ ഇവന്മാരുടെ കൂടെ നിന്ന്. പക്ഷെ ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. സാറിന് എന്ത് തീരുമാനം വേണേലും എടുക്കാം, ഞാൻ കൂടെ ഉണ്ട്. സാറേ, ഇപ്രാവശ്യത്തേക്ക് ഒന്ന് കണ്ണടയ്ക്കാൻ പാടില്ലേ? എന്റെ ടീച്ചറെ, കണ്ണടക്കേണ്ട സമയത്തൊക്കെ നമ്മൾ കണ്ണടക്കണം. പക്ഷെ കണ്ണ് തുറക്കേണ്ട സമയത്ത് തുറക്കാനും നമ്മൾ പഠിക്കണം. സാർ, മോനിച്ചനോട് നിങ്ങൾ വരാൻ പറഞ്ഞു. മോനിച്ച, ഇവനിത് എവിടെ പോയി കിടക്കണേന്ന് ദൈവത്തിനറിയാം. വന്നടാ. എടാ, നീ ഇത് എവിടെ പോയി കിടക്കണേന്ന്? ഫോൺ വിളിച്ചിട്ടെടുക്കാതെ. ഞാനൊന്ന് വീട് വരെ പോയതാ. ഈ സമയത്താണോ വീട്ടിൽ പോകാൻ തോന്നിയത്? സ്വന്തം വീട്ടിൽ ഇപ്പൊ അങ്ങനെ നേരം കാലമൊക്കെ നോക്കണം. ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഈ സമയത്തെങ്ങാനും പട്ടി ചോറക്കാലെ കരണ ഞാൻ അടിച്ച് പൊളിക്കുന്ന അതിന്റെ. ഞാൻ ഉണ്ടാക്കിയല്ലേ, അപ്പൊ ഞാൻ തന്നെ നിർത്തോളാം. നിങ്ങളൊക്കെ വിട്ടോടാ. അയാളിപ്പോ സ്കൂളിൽ നിന്റെ ശവപ്പെട്ടിക്കുള്ള ആണി അടിക്കണായിരിക്കും. പോയി അയാളെ കാലൊടിച്ചിട്ടായാലും നമുക്ക് ഇത് നൂരാ. കാല് പിടിക്കാൻ അയാളാരാ? എടാ, നിന്റെ ഒന്നും മുതല അയാൾ എന്റെ മുഖത്ത് അടിച്ചത്. കാല് പിടിക്കുമല്ല, ഞാൻ എവിടെ കാല് വരും, വാരി നിലത്തടിക്കും. അതിനുള്ള പണി വെച്ചിട്ട് തന്നെയാ ഞാനിപ്പോ വന്നേക്കുന്നത്. സത്യം പറ ജോണെ, നീ വീട്ടിൽ പോയതാണോ? ഇവന്റെ ഈ സ്വഭാവമാണ് എനിക്ക് പിടിക്കാത്ത. എന്തെങ്കിലും ചോദിച്ചാ പഴം വിഴുങ്ങിയത് മാതിരി. പറയടാ, നീ കാര്യം പറ. നീ എവിടെ പോയതാണ്? എടാ, ഞാൻ വീട്ടിൽ തന്നെ പോയത്. അവിടെ കുറച്ചുകൂടെ സാധനം ഇരിപ്പുണ്ടായിരുന്നു.
അതവിടുന്ന് മാറ്റാൻ പോയതാ. എടാ ഇവൻ എന്തൊക്കെയാണ് പറയണത്? എന്നിട്ട് നീ ആ സാധനം എടുത്ത് മാറ്റിയാ കളഞ്ഞ? നോക്കിയേ, നോക്കിക്കണ്ട് വന്നേ. വേങ്കര് വേങ്കര് എടാ ഇറങ്ങി വാടാ വാടാ, ഇത് നമുക്കിട്ടുള്ള പണിയാട്ടാ. എടാ നീ ആ ഡൊമിനിക് സാറിനൊന്ന് വിളിക്കാവോ? എടാ അതുകൊണ്ടൊന്നും കാര്യമില്ലാന്ന് തോന്നുന്നുണ്ടടാ. ഒന്ന് വിളിച്ചേ. എന്ത് പോക്കരത്തരാടാ നീയൊക്കെ കൂടി കാണിച്ചേ? സാറേ ഞങ്ങള് വേണ്ട, നിന്നെയൊക്കെ ഞാനല്ലേടാ സാറേ എന്ന് വിളിക്കണ്ടേ? എടാ നിന്റെയൊക്കെ വക്കാലത്ത് പിടിച്ച് പിടിച്ച് ടീച്ചേഴ്സിന്റെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു. ഇനി ഒരു പരിപാടിക്കും എന്നെ വിളിക്കണ്ട, ഞാനില്ല. സാറും കൂടി കൈവിട്ട ഞങ്ങൾ ട്രെയിനിന്റെ മുമ്പിൽ പോയി ചാവേണ്ടി വരും. എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല സാറേ. അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. പവിത്രൻ സാറിന്റെ പോക്ക് കണ്ടിട്ട് ഇത് സ്കൂളിന്റെ നടപടി മാത്രം ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അറിവ് വെച്ച് അങ്ങനെ കുടുംബം നാളെ മൂകാംബിക്ക് പോവാം. പോയി വരുമ്പോഴേക്ക് അയാളുടെ മനസ്സ് മാറാൻ നീയൊക്കെ എവിടെയെങ്കിലും പോയെന്ന് പ്രാർത്ഥിക്കും. പിന്നെ അയാൾ പോയി വരുന്നത് വരെ നീയൊന്നും ഒരബദ്ധവും കാണിക്കാതെ നിന്നോണം, കേട്ടല്ലോ? ഓക്കെ സാറേ. എല്ലാം വെച്ചല്ലോ അല്ലേ? വെച്ചിട്ടുണ്ട്. ഞാൻ പുറകെ വന്നേക്കാം. ഓ എത്തിയോ? അവൻ വന്ന് നന്നായി. സ്കൂൾ അടച്ചേക്കല്ലേ, കുറച്ച് ദിവസം കടയിൽ വന്ന് നിൽക്കട്ടെ. വേഗം ഡ്രസ്സ് മാറി കടയിലേക്ക് വാ, ഇന്ന് നല്ല തിരക്കുള്ള ദിവസം. ഇന്നൊന്നും വരാൻ പറ്റില്ലപ്പാ. പിന്നെ എന്ന് വരാൻ പറ്റും? 3-4 ദിവസം കഴിയട്ടെ, അപ്പൊ ആലോചിക്കാം. ഇവനോടൊക്കെ ഇത് പറയാൻ പോയാ എന്നെ പറഞ്ഞാ മതിയില്ല. ഇത് കൂടി ഇതാ ഞാൻ ഇറങ്ങാം. എടാ നമ്മളെ കുറിച്ച് പറയാനില്ലെങ്കിൽ ഇയാൾ നമ്മുടെ പണ്ട കാര്യം എന്താ? എടാ അതൊക്കെ വിട്. ഡൊമിനിക് സാറ് 10 ദിവസം ഉണ്ടെന്നല്ലേ പറയണത്. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. ഇല്ലടാ, പ്രശ്നം ശരിക്കുള്ള പ്രശ്നം ഇനി തുടങ്ങാൻ പോണുള്ളൂ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അയാൾ നാളെ മൂകാംബിക്ക് പോകുന്നല്ലേ പറഞ്ഞു. പോകാൻ നേരത്തെ അയാൾ ഡിക്കി എങ്ങാൻ തോറും സാധനം കിട്ടിയാല് പിന്നെ പ്രശ്നം ഇവിടെ നിൽക്കൂല. എല്ലാം കൂടി ഇരട്ടിക്കിരട്ടിയായി ഇവന്റെ തലക്ക് തന്നെ വീഴും. എടാ ഇവന്റെ തലക്കല്ല, നമ്മുടെ തലക്ക്. എടാ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും. എനിക്ക് പ്രാന്താവുന്നു. ഇന്നൊരൊറ്റ രാത്രിയും കൂടെ ഉള്ളൂ നമുക്ക്. അതിനു മുന്നേ ആരെ കൊന്നിട്ടായാലും വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മ സാധനം എടുത്തിരിക്കണം. ഞാൻ റെഡി. ഇവിടെ നിർത്തട്ടെ. ഇവിടെ ാർട്ടെങ്കിലൊക്കെ ഒന്ന് ചോദിക്കടാ. ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇവര് ഉത്സവമാണ്. ചോദിച്ചിട്ടോ. അജയ് ഏതായാലും ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ജെയ്സണ കനാലിന്റെ അവിടെ വെള്ളം ഒടിച്ചിരിപ്പുണ്ടാവും. കിട്ടുവാണെ അവൻ്റെ അടുത്ത് മേടിച്ചോടാ. നീ ഇവനെ കൊള്ളിയല്ലോ. ചേട്ടാ എന്താ നമ്മുടെ പവിത്രൻ സാർ ഞാൻ വിളിച്ചോളാം. ഓക്കെ ബ്രോ. പവിത്രൻ സാറിന്റെ
വട്ടം ചോദിച്ചാ ഞാനവിടെ ചെന്നപ്പോ ആ രോഹിത് അവിടെ നിൽക്കുന്നു. ഏത് നിന്നെ അടിച്ച് പഞ്ചറാക്കാൻ നോക്കിയ രോഹിത്ത? അതെ. എന്താണിത് വഴി പോണ ഏണിയല്ല നമ്മളെ ടാക്സ് പിടിച്ചു തന്നെയുള്ളൂ. നമുക്കിവിടെ നിക്കണ്ട, അവൻ കണ്ട അവരുടെ സീനാവും. കേറി കേറി. ചേട്ടാ ചേട്ടാ ഈ GHC പഠിപ്പിക്കണ പവിത്ര മാഷിന്റെ വീട് അറിയാം? അത് ഇവിടുന്ന് 300 മീറ്റർ ചെല്ലുമ്പോ ഒരു ട്രാൻസ്ഫോമർ കാണാം. നിർത്തി ആ വീടാ. ഇത് വീടാ അതോ കൊട്ടാരോ? കാർ അവിടെ കിടപ്പുണ്ട്, ലൈറ്റും ഇല്ല, അകത്താരും ഇല്ലെന്ന് തോന്നുന്നു. ഇവനിക്കെന്താണ് ഇവിടെ കാര്യം? മരുമോന്റെ പോസ്റ്റ് അന്വേഷിച്ച് വന്നതായിരിക്കോടാ. എടാ അവൻ നമ്മളെ കാണുന്ന നിൽക്കുമ്പോ നൈസായിട്ട് സ്കൂട്ടാ കണ്ട്. അതെ, ഇനി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാല് അവനിക്ക് ഡൗട്ട് അടിക്കും. എന്താണ് ഇവിടെ കാര്യം? എടാ അന്ന് നമുക്കൊന്ന് കേറിയിട്ട് വരാം. അത് വേണം വേണം വേണം, വന്നേ വന്നേ. നടക്ക് നടക്കട. എനിക്കെന്താണ് ഇവിടെ കാര്യം? അല്ല നിങ്ങളെന്താ? ഞങ്ങൾ ഉത്സവം കാണാൻ വേണ്ടി വന്നതാ. നിന്നെ കണ്ടപ്പോ ഈ വഴി കയറിയെന്നുള്ളൂ. ഞാൻ ഉത്സവം കാണാൻ വേണ്ടി വന്നാണ്. പിന്നെ വന്ന സ്ഥിതിക്ക് പവിത്ര സാറിനെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നീ സാധനം കണ്ട? ഏയ് അവരമ്പലത്തിൽ പോയൊക്കെയാണ്. ഞാനെപ്പോഴും പറഞ്ഞില്ല ഇവിടെ ആരും ഇല്ല. ഇവനറിയാണ്ട് വേണം കേറാൻ. ഇവനെങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോടാ. അപ്പൊ നീ എപ്പോ തിരിച്ചു വന്നാ പരിപാടി? ഇല്ലടാ, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതെങ്ങനെ ആള് കാണോ? അവര് ചിലപ്പേ പൂട്ടാൻ മറന്നുപോയിരിക്കും. ദൈവമേ, എന്താ സുനിലെ കുഴപ്പം? ചെറിയൊരു ലൂസ് കോണ്ടാക്ട് ഉണ്ട് സാർ. 2 വയർ മാറണം. അതൊക്കെ എന്താന്ന് വെച്ചാൽ സുനിലങ്ങ് നോക്കിക്കണ്ട് ചെയ്താൽ മതി. അമ്പലത്തിലെ ഘോഷയാത്ര ഇങ്ങനെ എത്താറായി. ഇത് വെച്ചോ. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ സാറ് വിട്ടോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ലോക്കായി. എടാ എടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? കാറിന്റെ അകത്തോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അശ്വിൻ നിന്നെ മെസ്സേജ് അയച്ച് വിളിച്ചു വരുത്തി വന്നോ? എനിക്ക് അത്ര വിശ്വാസം പോരാ. എനിക്കും സത്യം. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. എന്താ അപ്പനെ പോലെ മോൾക്കും വട്ടായെന്ന് തോന്നണ്ട. ഇന്നെന്തായാലും എന്റെ ഇഷ്ടമുള്ളോട് പറഞ്ഞിട്ടേ പോവുള്ളൂ. അതൊക്കെ വിട്, ഇത് നമ്മ ഇപ്പൊ എന്ത് ചെയ്യും അത് പറ. ഇവിടെ നിന്ന് അങ്ങനെ ആള് നമ്മളെ കണ്ടാല് പിന്നെ നാളത്തെ ചരമോളത്തിൽ നോക്കിയാൽ മതി നമ്മളാ. നമുക്ക് ഇവിടുന്ന് പോകാം. എടാ പക്ഷെ നമ്മളിനി ഇപ്പൊ ഇവിടുന്ന് പുറത്തിറങ്ങും. എടാ പൂട്ടിക്കിടക്കണ ഏത് വീടിനും രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു വഴി കാണും. ഏത് വഴി? ബാ നോക്കാം. ഓ ഇതെടുത്താലാ? എടാ വർക്ക് ഏരിയ വഴി പുറത്തിറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. എടാ ഫോട്ടോ നോക്ക്. അങ്ങേരുടെ ചിരി നോക്കിയേ. കൊലച്ചിരിയാണിങ്ങല്ല. എടാ ഈ വഴി പോയാലോ? അതല്ലട വഴി, ഇതാണ് വഴി. വാ ഒന്ന് വന്നേ നീ. എടാ കൂട്ടത്തിലൊരു കള്ളവെള്ളം നന്നായി അല്ലേ പെട്ടാന. ശരിയാണ്. എടാ ബി, ഒരു കാര്യം പറയാണ്ട്. പറഞ്ഞോ നീ. എടാ പഠിക്കവരെ വെള്ളം കോരിട്ട് കല്ലോ എടുക്കണം. പയ്യെ പറ. എടാ നിങ്ങള് കാറിന്ന് സാധനം എടുക്കാല്ലോ വന്ന്. എന്നാ പിന്നെ താക്കോൽ അടിച്ച് സാധനം എടുത്ത് പൊക്കൂടെ? അത് ശരിയാണല്ല. താക്കോലിട്ടിയാ നമ്മ രക്ഷപ്പെട്ട്. പക്ഷെ 4 പേര് ഇവിടെ നിക്കണ റിസ്ക് ആണ്. 2 പേര് പുറത്തു നിന്നിട്ട് ആരെല്ലാം സിഗ്നല്ല. 2 പേര് ഇവിടെ നോക്കാം. ആരോ ഞാൻ എന്തായാലും പോയില്ലട്ടാ. അതെന്താണ്? എടാ ഇതെന്റെ അശ്വതിയുടെ വീടല്ലേ, അത് മാത്രമല്ല ഐഡിയ പറഞ്ഞാലേ പിന്നെ ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യ്, നമുക്ക് പോയാലോ? അയ്യടാ ലൈൻ വലിക്കാന റൂട്ട് ക്ലിയർ ആയി നിങ്ങളല്ലേ നിന്നത്. ഇത് നിങ്ങനെ ചെയ്താ മതി.
നീ വാടാ. പോ. ഞാനിവിടെ നോക്കാം, നീ ആ റൂം നോക്ക്. പിന്നെ ലൈറ്റ് ഇടരുതിട്ടാ. എന്താ ലൈറ്റ് ഇട്ട ആൾക്കാരൊക്കെ അറിയില്ലേ? നീ മൊബൈലിൽ ഫ്ലാഷ് അടിച്ച് നോക്കിയാ മതി. അവന്മാരകത്ത് എന്ത് ചെയ്യുമായിരിക്കും? മിണ്ടാണ്ടിരിടാ. എടാ ഇതാണല്ലേ ഈ പ്രേമത്തിന് കണ്ണുമൂക്കില്ല എന്നൊക്കെ പറയുന്നത്. പ്രേമത്തിന് കണ്ണുമുക്കില്ലായിരിക്കും, പക്ഷെ അവന്റെ കാര്യം സാർ അറിഞ്ഞ കോപ്പിയ. അടിപൊളി. എന്നാലും എൻ്റെ രാവിലെ ചേട്ടാ ഹാൻഡ്സ് ഉണ്ടോ? കൈ കഴുകുന്ന സാധനമല്ലേ? അയ്യേ, അത് ഹാൻഡ് വാഷ് അല്ലേ, ഇത് മറ്റേത്. ഇതിങ്ങനെ പൊട്ടിച്ചിങ്ങനെ കയ്യിലേക്ക് തട്ടി ഇങ്ങനെ ഉരുട്ടി ഉണ്ടയാക്കി ഇങ്ങനെ തള്ളിവെക്കുന്ന സാധനം. ഹാൻഡ്സും ലെഗ്സും ഒന്നും ഇവിടെ ഇല്ല, വേണമെങ്കിൽ ഒന്നും മുറുക്കാൻ തരാം. മുറുക്കാനൊക്കെ നീ ചവയ്ക്കണം, തുപ്പണം, വാ കഴുകണം, മുറുക്കാൻ വേണ്ടി കഷ്ടപ്പെടണം. എന്താ വേണ്ടത്? കുഴപ്പമില്ല, ആദ്യം വന്നത് പുള്ളിയല്ലേ, പുള്ളിക്ക് വേണ്ടത് കൊടുത്തോളൂ. ഇയാൾക്ക് വേണ്ട സാധനം ഇവിടെ ഇല്ല. ഇവിടെ കുഴപ്പമില്ല, എവിടെ കിട്ടുന്നറിയോ? പോയെ അലമിട്ട് വെറുതെ മനുഷ്യന്റെ മെനക്കെടുത്താ 4 കമ്പ് നാട്ടി വെച്ച് പെട്ടിക്കിടാണ്ടത് ഉലുമാണെന്ന ഭാവം. എന്താ വേണ്ടത് സാർ? ഒരു മിനിറ്റ്, ബൈക്ക് വിട്ടിരിക്കട്ടെ, ഞാനിപ്പോ വരാം. ആയിക്കോട്ടെ. അവിടെ വന്നേ. തന്റെ ആക്ടിങ് ഒട്ടും ശരിയായിട്ടില്ല. എടോ, ആക്ടിംഗ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആവണം, അതങ്ങനെ ഉള്ളി തട്ടി വരണം. എന്റെ പൊന്നു സാറേ, ഉള്ളി തട്ടി അഭിനയിക്കുന്ന എനിക്കറിയാൻ മേല. ഞാൻ അഭിനയം പഠിക്കാൻ കലാമണ്ഡലത്തിൽ പോയിട്ടില്ല. പിന്നെ എന്നെ പിടിച്ച് ഇവിടെ നിർത്തിയിട്ട് അഭിനയം പഠിപ്പിക്കാതെ നമ്മൾ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ സാറ് പറയാം. ആളൊഴിഞ്ഞ പറമ്പുകൾ, കുറ്റിക്കാടുകൾ, ആൾ താമസമില്ലാത്ത വീടുകൾ, ഇവ കേന്ദ്രീകരിച്ചാവണം നമ്മുടെ ഇനിയുള്ള അന്വേഷണം. ഓക്കെ. നിസ്സാരമായിട്ട് ഒരു 5 കിലോ കഞ്ചാവ്, അല്ലെങ്കിൽ 10-15 കന്നാസ് ചാരായം, ഇതൊന്നും അല്ലെങ്കിൽ മിനിമം ഒരു 100 പാക്കറ്റ് ആൻസെങ്കിലും നാളെ രാവിലെക്കുള്ളിൽ പൊക്കിയേ പറ്റും. നിനക്കറിയാലോ, എനിക്ക് പ്രമോഷൻ കിട്ടിയാലേ അതിന്റെ ഗുണം നിനക്കൊക്കെ ഉള്ളൂ. എന്ത് ഗുണമാണ് സാർ? അതെ, കിട്ടുമ്പോ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കി ടീംസ് ഒക്കെ എന്ത് ദോണ്ട് നിൽക്കുന്നു? എങ്ങനെയുണ്ട്? കൊള്ളാം. എന്തോന്നറിയ ഇത്, കൈലി കമ്പനിയുടെ പരസ്യോ? അല്ല, ഞാൻ ശരി പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ചെല്. ഓക്കെ സാർ. അഭിനയിക്കാനും അറിയില്ല, കോസ്റ്റ്യൂം സെൻസും ഇല്ല. എൻ്റെ പ്രമോഷനൊക്കെ വെള്ളത്തിലായി തന്നെ. ചേട്ടാ, ഒരു 2 ലിറ്ററിന്റെ തണുത്ത സോഡ, കുറച്ച് കപ്പലുണ്ട്. സോഡ ഇപ്പൊ പച്ചട്ടുള്ളൂ, തണുപ്പ് കുറവായിരിക്കും. കുഴപ്പമില്ല. ശരി. ഇവിടൊന്നും കാണുന്നില്ലല്ലോ. എടാ, ഇവന്മാര് താക്കോൽ തപ്പണേണ, താക്കോൽ ഉണ്ടാക്കണേണ. എടാ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഒരു 5 മിനിറ്റ് കഴിയട്ടെ. ആരാടത്? നീ ഇതിലൊന്നിട്ട് നോക്കി. എടാ, ഇയാള് വീട്ടിനകത്തോട്ടാണല്ലോ കയറുന്നത്. എടാ, ഉമ്മാരെ വിളിച്ചേ നീ. ഇത് കാപ്പ്. റിയാസ് വിളിക്കണ്ടിട്ടാ, ഒരു മിനിറ്റ്. എടാ ഏതൊരുത്തൻ സിറ്റോടി കിടന്ന് കറങ്ങുന്നുണ്ട്. എവിടാ? ഇവിടെ ഇല്ലടാ, അയാൾ അവിടെ തന്നെ ഉണ്ട്. അയ്യോ, എടാ അയാളെ കാണുന്നില്ല. അയാളോടെ പോയി. ഞാൻ കണ്ടില്ല. പിന്നെ നീ എവിടെ നോക്കുമായിരുന്നു? നീ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറടാ. എടാ നീ വെക്ക്, ഞാൻ വിളിക്കാം. ശരി. എടാ എന്താടാ? അതൊന്നുമില്ലടാ, നീ ഇത് തുറന്നേ. എടാ, ഒന്ന് പോയി നോക്കിയാലാ? വാ. എവിടെ പോയി? അയാൾ പോയെന്നാ
ആണല്ലോടാ. ഇതിലിട്ട് നോക്കിയേ. ആ എന്താടാ? എടാ നീ അത്യാവശ്യം ഒന്ന് കയറി വന്ന്. പിന്നെ നീ മാത്രം വന്നാമായിട്ടാ ജോൺ അവിടെ നിക്കട്ടെ. എന്താണ് പറ. ഇവൻ മുഴുവൻ പറയാനും സമ്മതിക്കൂലെന്ന്. എന്താ അവൻ വിളിക്കണു, വാ. എന്താ പറ്റിയേ? പനിയൊന്നുമില്ലല്ലോ. ഇല്ല അച്ഛ, ഈ അമ്മ ചുമ്മാ പറയുന്ന, വെറുതെ ഓറാക്കും അമ്മ. 24 മണിക്കൂർ ദിവസം നോക്കിയിരിക്കുന്നോണ്ടാ. അത് സ്വിച്ച് ഓഫ് ആയി പോയ അമ്മേ. അച്ഛാ, ആ. അച്ഛൻ വീട്ടിൽ പോകുന്നുണ്ട്. ആ പവർ ബാങ്ക് ഒന്ന് എടുത്തോണ്ട് വരൂ. ഞാൻ പോകുന്നില്ല, ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. നമുക്കിത് കഴിഞ്ഞിട്ട് പോവാം. ഓ ആ ശശിയേ, ഓ ആ ചാനലുകാർ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അവരിപ്പോ വരും. ആ എന്തായാലും വല്ല രക്ഷയുണ്ടോ? എവിടെ ഇല്ലാത്ത കാശും കൊടുത്ത് മൊബൈൽ വാങ്ങിക്കും, വിളിച്ചാ എടുക്കൂല. നമസ്കാരം. എന്താ ചേട്ടാ? കൂട്ടുകാരുടെ അടുത്ത് വെച്ച് എൻ്റെ ഒരു 100 രൂപ കളഞ്ഞു പോയി. ഒന്ന് അനൗൺസ് ചെയ്യണം. ഒരു കാര്യം ചെയ്, ആ കൊടിമരത്തിന് അവിടെ പോയി നിന്നോ, കിട്ടുമ്പോ അറിയിക്കാം. ശരി. പുഷ്പ, ഓ കുത്തിക്കോടാ. ശരി. ബേസ് കുറച്ച് മതി, ആവശ്യത്തിലുള്ള ബേസ് എനിക്കുണ്ട്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ക്ഷേത്രത്തിന് തെക്കേ നടക്കേണ്ടുള്ള ഊട്ടുപുരയ്ക്ക് സമീപത്ത് വെച്ച് തൃപ്പൂണിത്തുറയിൽ നിന്ന് വന്ന ഒരു ഭക്തന്റെ 1000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണം കൈ കിട്ടുന്നവർ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. ഊരിയേക്കടാ. എടോ ഓമനെ, 100 രൂപ അല്ലായിരുന്നോ? എടോ 100 രൂപ എന്ന് പറഞ്ഞ ഒരു വെയിറ്റ് ഉണ്ടാവില്ല. 1000 രൂപ എന്ന് ആരെങ്കിലൊക്കെ തപ്പും. തപ്പിയാ കിട്ടും, കിട്ടിയാ കൊടുക്കും. എന്തായാലും കാര്യം. എന്താണ്ടാ കേറി വരാൻ ഇത്ര താമസം? അങ്ങനെ തോന്നുമ്പോ കൈവീശി കയറി വരുന്നത് എൻ്റെ അമ്മയുടെ വീടൊന്നുമല്ലല്ലോ. എടാ, 2 ടീംസ് റോഡിൽ കിടന്ന് കറങ്ങണ്ടായിരുന്നടാ. അമ്മായിരുന്നു പോയി കിട്ടണ്ടേ? നിന്നോട് ഞാൻ ഒറ്റക്ക് വരാനല്ലേ പറഞ്ഞു. അപ്പൊ ഞാനവിടെ പോസ്റ്റായി കൊടുന്നു ഒറ്റയ്ക്ക്. ഇല്ല പിന്നെ നിന്റെ വെറുതെ ചൂടാണ്ട് കാര്യം പറഞ്ഞേ. എടാ താക്കോല് ഇതിന്റെ അകത്തുണ്ടാന്നൊരു സംശയം. ഇതിന്റെ അകത്താ? ആ പക്ഷെ ഇത് തുറക്കാൻ പറ്റല്ല. നീ തുറക്കാൻ പറ്റുമോ നോക്ക്. അതാണാ കാര്യം. അത്രേ ഉള്ള. മാറിയുന്നേ, മാറിക്കടാ. താക്കോലാണോ? വേണ്ട, താക്കോലൊന്നും വേണ്ട. തുറക്കട കാണണല്ലോ. കള്ളൻ ഉണർന്നു. എന്താടോ വല്ല മാറ്റം ഉണ്ടോ? ഇപ്പൊ ചെറിയ മാറ്റമുണ്ട്, പരിധിക്ക് പുറത്താ. അധ്യാപകന്റെ പരിധി വിട്ടുള്ള യാത്ര ഇച്ചിരി കൂടുന്നുണ്ട്. വഴിയുണ്ട്. പുഷ്പ, ഒന്നോടെ കുത്തേ. അശ്വതി ഭവനിൽ പവിത്രൻ മാഷ് ഈ ക്ഷേത്രത്തിൽ വരുന്നത് ഉടൻ തന്നെ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഞാനിപ്പോ വരാം. മനുഷ്യ നാട്ടിക്കാൻ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവും പറഞ്ഞിട്ട് വിളിച്ചപ്പോഴൊക്കെ പരിധിക്ക് പുറത്തായിരുന്നല്ലോ. നീ വിളിച്ചായിരുന്നോ? നോക്ക്. അയ്യോ, സൈലൻസിലായിപ്പോ. നല്ല ഫ്രഷ് ന്യായം. അതെ, ഒരു 100 വട്ടം പണിക്കെട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് 2-1 അറിയണം. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഷാജി അവൻ പിണങ്ങി പോയി. താൻ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ പാടും. അല്ല, ഞാൻ പ്രസിഡന്റ്. എന്താ പ്രസിഡന്റ്? ഇനിയുള്ള 2 മണിക്കൂർ നേരത്തേക്ക് നീയാണ് ഈ കരയോഗത്തിന്റെ പ്രസിഡന്റ്. ശരിക്കും ആക്ടിംഗ് പ്രസിഡന്റ്. എന്റെ കാലം കഴിഞ്ഞാലും ഇതൊക്കെ നോക്കി നടത്താൻ ആരെങ്കിലും ഒക്കെ വേണമല്ലോ. എന്നാ ശരി. പ്രസിഡന്റ് ഭരത്. മോനെ പുഷ്പ, ആ ഭരതൻ ചോദിക്കുകയാണല്ലേ, മൈക്ക് കൊടുക്കണ്ട. ഓമനെ. ഓ ആ ഒരുപാട് ഇരുന്ന് ഞെളിയണ്ട, ഞാൻ തന്നെ പ്രസിഡന്റ്. അത്രേ ഉള്ളു കാര്യം. നോക്ക് നോക്ക്, വെറുതെ കട നോക്ക്. ഇതെന്താ? ഇതാണ് നീ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ചവർകൂന. എടാ, ആൻസർ ഷീറ്റാണ്. എനിക്ക് എത്ര മാർക്കണം നോക്കോ. മോർച്ചറിയുടെ മുമ്പിൽ നിന്നിട്ട് ഫ്ലൂട്ട് വായിക്കലെടുത്തേണ്ടി. അയാളെ നമ്മളെ 3 പേരെയും പേപ്പർ മാത്രം എടുത്ത് വെച്ചു. നമ്മ വിചാരിക്കുന്ന താളല്ലാട്ടോ അയാള്. ഭരതാ, വെടിക്കേറ്റ് പൊങ്കാലൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം. നീ ഓവർ ആവണ്ട കേട്ടോ. അതെ, അടിക്കാൻ മാത്രമേ ഉള്ളോ? വല്ലതും ടച്ച് ചെയ്യാനുണ്ടോ? എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ അവനെ? എടാ, പുറത്താരും വന്ന പോലെ. ഞാൻ നോക്കാം. ഇന്നലെ വാങ്ങിച്ച കരിമീൻ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുറത്ത് പവിത്ര സാർ വരും. എന്ത് ചെയ്യാൻ? നോക്കി കണ്ടോടെയും അയ്യോ
ഡോറ് മേളിലേക്ക് ഒന്ന് വന്നോളൂ. സാറ് അതെ ഒരു മിനിറ്റ്. ഭയങ്കര ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നല്ലേ ഡിപ്പാർട്ട്മെന്റ് അല്ലേ അവൻ എന്നെ സമ്മതിക്കണം. ഈ മിലിറ്ററി ഒക്കെ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നത്? എവിടെ നിന്ന് കിട്ടിയാലെന്താ? തനിക്ക് ബോധം പോയാ പോരെ? മതി. കഥയൊക്കെ പിന്നെ വേഗം വാ. അധ്യാപകനായിട്ട് ഭയങ്കരമായിട്ട് ഉത്തരവാദിത്തം കൂടിയിട്ടുണ്ടല്ലേ? വാട്ടർ ലെവലൊക്കെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. വേണ്ട ഒരു ആവശ്യത്തിന് ഒഴിച്ചോണേ. അതെ ഉണ്ടാക്കുന്നതൊക്കെ കൊള്ളാം, കരിയാതെ നോക്കണം. ഞാനിപ്പോ വരാം. നീ എവിടെ പോന്ന്? കുറച്ച് ഉള്ളി അരിഞ്ഞ് എന്നിട്ട് പോടാ. അല്ല ഞാൻ എടോ ഒന്ന് കൈ വെച്ചിട്ട് പോടോ അവനെ. എടാ എന്റെ കൈയുടെ ഞരമ്പ് വരഞ്ഞിരിക്കുക. അമ്പലത്തിൽ കൊടി കയറ്റിയപ്പോ പറ്റുക. പിന്നെ നേരത്തെ വായ വെച്ച് തരേണ്ടി വരും. ചിലപ്പോ വേണ്ടി വരും. ഇങ്ങ് വാ. അടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ഉത്സവം ഒരു തൃശൂർ പൂരമാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തൊക്കെയാണ് ഈ നടത്താനുള്ള പ്രോഗ്രാം? ഗാനമേള, അത് കഴിഞ്ഞ് 11 മണിയോടുകൂടി ഗംഭീര വെടിക്കെട്ട്. എടാ ഭരതാ, അച്ഛൻ ചാൻ കാത്തിരിക്കായിരുന്നല്ലടാ കട്ടിലൊഴിയാൻ. കാണുന്ന തെറ്റ് കരയോഗം പ്രസിഡന്റ് ഞാനാണ്. ഹലോ. അത് കസ്റ്റമർ കെയർ ചെയ്യുന്ന വലിയ ശല്യവും മരക്കൊണ്ട്. നീ ആ ചിക്കൻ എടുത്തോ. ഓമനെ, എടാ നമുക്കിന്നൊരു ചേഞ്ചിന് ഒരു വെറൈറ്റി ആക്കിയാലോ? എന്തോന്ന് വെറൈറ്റി? എന്റെ പൊന്നു പവിത്ര, റം അടിച്ച ഷുഗർ വരും, വിസ്കി അടിച്ച തലവേദന എടുക്കും. എനിക്ക് ബ്രാൻഡി മതി. എടാ ബ്രാൻഡി മാറ്റുന്ന കാര്യമല്ല പറഞ്ഞത്. നമുക്കൊരു ചേഞ്ചിന് ഇന്ന് ടെറസിൽ പോയി. അത് വേണ്ട. ഇനി ഇതെല്ലാം പൊക്കിയെടുത്ത് മോളിൽ കൊണ്ടുപോയി പിന്നെ അവിടെ സെറ്റ് ചെയ്ത് ഇന്ന് ഇവിടെ തന്നെ കൂടാ. ടെറസിന് വേണ്ട, അടിച്ചാൽ മതി. അവിടെ നിന്ന് അടിച്ച അമ്പലത്തിലേക്ക് എനിക്കൊരു നോട്ടം കിട്ടും. ഇല്ലെങ്കിലേ ആ കമ്മറ്റിക്കാർ ചിലപ്പോൾ ചാനലുകാർക്ക് അമ്പലം വിൽക്കും. എന്നാ കേറ്. നീ വേറെ എവിടെയും വിളിക്കും. ഈ അമ്മയും മോളും എപ്പോഴും ഈ ടെറസിലേക്കുള്ള വാതിലും തുറന്നിട്ടിട്ട് പോകും. എത്ര പറഞ്ഞാലും കേൾക്കില്ല. സ്ഥിരകലാവരെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ. അവിടെ ഉണ്ടോ ഇങ്ങോട്ടിരിക്കും. അതെന്താ തന്റെ മുഖത്തൊരു ഗൗരവം? എന്താണെന്നറിയത്തില്ല. ഉച്ചയ്ക്ക് കൂടെ അങ്ങോട്ട് ശരിയായില്ല. പരിപ്പ് കാച്ചിന് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോ അവിയല് ഉഗ്രന് അവിയല്. പിന്നെ ഞാൻ ഈ അവിയലും ഈ കൊള്ളാത്ത പരിപ്പും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഉരുട്ടി അങ്ങ് നിന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു, അതും കുറെ അങ്ങ് കുടിച്ചു. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. അല്ല വേണ്ട, പിന്നെ അടിക്കാം. അതെ, ഞാൻ വന്നിട്ട് ഒരു പെഗ് കൂടുതൽ അടിച്ചോളാം. കണക്കൊക്കെ എനിക്കറിയാം. ഒരു ഫുള്ളേ 13 പെഗ്ഗാ. അയ്യോ, എന്നാ വായു പരിപ്പിന്റെ. നീ ഇന്ന് രാത്രി റെയ്ഡോ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്റെ പവിത്ര, ടീമിന്റെ ക്യാപ്റ്റൻ നന്നായതുകൊണ്ട് മാത്രം കളി ജയിക്കില്ലല്ലോ. എന്റെ കൂടെ ഉള്ളവന്മാരെ കറങ്ങാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഇതുവരെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ അത്? ഇന്ന് എന്റെ കൺമുമ്പിൽ ഒരു കേസ് വന്നു പോയി. ഞാൻ ഇന്ന് ഒരു ഫ്ലോ കളയാനായിട്ട് കക്കൂസിൽ നിന്ന് ഫോൺ ചെയ്യുന്ന. എന്താടാ ആണോ? ടാങ്കിൽ വെള്ളം തീർന്നു പോയി. ഞാൻ പോയ മോട്ടർ ഒന്ന് അടിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. ഇവിടെ വിളിച്ചിട്ട് കിട്ടണില്ല. അയ്യോ സാറ്, അയ്യോ പേടിപ്പിച്ചാണല്ലോ മനുഷ്യനാ. അവന്മാരെ കണ്ടാ നീ? എടാ ഞാൻ ടെൻഷനിലിരിക്കണേ. എടാ എന്ത് ടെൻഷൻ? എടാ ശ്വതി മെസ്സേജ് റിപ്ലൈ തന്നിട്ടില്ലടാ.
എന്റെ പൊന്നോ എടാ ആ കാര്യം വിട്, ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ. ഇന്നെന്തൊക്കെ ഒന്നല്ല ഞാൻ അശ്വതി കണ്ടിട്ട് പോളൂ. പതുക്കി പറ, നീ സത്യം പറ, നീ അശ്വതിനെ കാണാവുന്ന കക്കാൻ വന്ന? കക്ക വന്ന് ആര് കക്ക വന്ന്? നീ കക്കാൻ വന്നല്ലേ? ഇവിടുന്ന് പയ്യെ പറയണ്ട, അവരെങ്ങാനും ഇറങ്ങിയോ എനിക്ക് അശ്വതി കാണാൻ പറ്റില്ല. നിന്റെ പൊന്നു അശ്വതി. എടാ നീ എന്താ പറയണ? ഞാൻ അശ്വതി കണ്ടിട്ട് പോളൂ. നീ എന്തിനാ ചൂടാവണം? അശ്വതി കിട്ടില്ല എന്താ ഉറപ്പ്? ഓ പിന്നെ നീ എന്ത് ചെയ്യുന്ന? എടാ വിട്ടുകളാ, അറിയാണ്ട് പറഞ്ഞ ഞാൻ. എടാ ഇവിടുന്ന് ഒന്ന് ചാടാനുള്ള വഴി നോക്കാടാ. എടാ പക്ഷെ അവന്മാരിലാണ് നമ്മളെങ്ങനെ ചാടും? അവന്മാരെ വിളിച്ചിട്ട് കിട്ടണ്ടേ? നമുക്കൊരു 5 മിനിറ്റ് കൂടി നോക്കാം. കഞ്ചാവ് കേസോ? ആ കഞ്ചാവ് കേസ് തന്നെ. എവിടെ? നമ്മുടെ മൂക്കിന്റെ തുമ്പത്തുനിന്ന്. എന്നാ പിന്നെ ഒന്ന് നോക്കാനല്ലോ പോയിത്ര. ഇപ്പൊ തന്നെ പൊക്ക ഡീറ്റെയിൽസ്. എന്താ സുഖം. അതെ ഇത് കേറിയിട്ട് തിരിച്ചിറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ മോട്ടർ അങ്ങ് ഓഫ് ചെയ്തു. ഒരെണ്ണം ഒഴിച്ചേ. എന്തെങ്കിലും നല്ലൊരു കാര്യം പറയുമ്പോ അപ്പൊ കയറി വന്നോളൂ. നിനക്ക് വേണമെങ്കിൽ നീ ഒഴിച്ചാൽ മതി. പവിത്ര നീ ബാക്കി കാര്യം പറഞ്ഞേ. മോൾക്ക് തലവേദന എന്ന് പറഞ്ഞ് ലത വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ട് പോയില്ലേ. പോകുന്ന വഴിക്ക് ഞാൻ ആ വെടിക്കെട്ട് പോരയുടെ മറവിലൊന്ന് നോക്കി. എടാ ഇത് വെടിക്കെട്ടിന് നിറയ്ക്കാനുള്ള അല്ല, വെടിക്ക് മുമ്പ് എനിക്ക് വലിക്കാനുള്ളതാ. ഓ ആ മരുന്നാണല്ലേ ഈ മരുന്ന്? ഞാനിതുവരെ വലിച്ചു നോക്കിയിട്ടില്ല. എടാ വെടിക്കെട്ടിന് തിരി കൊളുത്തുന്നതിന് മുമ്പ് ഇതേലെ 4 പുകയുള്ളിലുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഹരവാ. പവിത്ര ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുക. അവനെ പൊക്കിട്ടേ കാര്യമുള്ളൂ. ആരെ പൊക്കുന്ന കാര്യ? തന്റെ വെടിക്കെട്ടുകാരനെ പൊക്കുന്ന കാര്യം അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്താ? എടാ ഷാജി, എന്റെ അമ്പലത്തിൽ ഉത്സവത്തിന് BP വിൽക്കുന്നവരും വെടിക്കെട്ടുകാരും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ എന്റെ പിള്ളേരാ. അവരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ തൊടലും പൊക്കലൊന്നുമല്ല, തൂക്കിയെടുത്ത് വാഴക്കൊലയോ? നീ മാറാം. എടാ നിന്റെ ടീം ആടി തൂങ്ങി അവിടെ ചെല്ലുമ്പോഴേക്ക് എന്റെ കോള് മതി വെടിക്കെട്ടുകാരെ മുങ്ങാൻ. നീ എന്താ വിചാരിച്ച ഞാൻ മണ്ടനാണ്? നീ അല്ലടാ മണ്ടൻ. നിന്നെയൊക്കെ പാതിരാത്രി വിളിച്ചിട്ട് സൽക്കരിച്ച് നിന്റെയൊക്കെ വായി കിടക്കുന്ന കേൾക്കുന്നില്ലേ? ഞാനാണ് മണ്ടൻ. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആണെന്ന് മതി കക്ഷത്തിന്റെ ഇഷ്ടിയം വെച്ച് നടന്നോ. നീ വെറും അമ്പല കമ്മിറ്റി പ്രസിഡന്റാടാ, അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ല. വീട്ടിൽ വിളിച്ചു അവമാനിക്കായിരുന്നല്ലേ? ഇനി നിന്റെ ഒരു തുള്ളി മൂട് കളയാനായിട്ട്. അല്ല ഞാൻ പിന്നെ വെറുതെ പണങ്ങി പോകുന്നേ. അതെ പവിത്ര അങ്ങ് ക്ഷമിക്കേ. ഇവൻ ഉത്സവം അലമ്പോന്ന് പറഞ്ഞത് കേട്ടപ്പോ, അതെ ഷാജിമോനെ എന്റെ മോനൊരു കാര്യം ചെയ്യും. നീ വെടിക്കെട്ട് കഴിയുമ്പോഴേക്കും അവനെ പൊക്കുവോ താക്കോ എന്ത് വേണം ചെയ്തു. ഈ പറഞ്ഞത് ന്യായം. അപ്പൊ പിന്നെ പിണക്കം തീർന്നല്ലോ. എന്നായിരിക്കെ ഷാജി നമുക്ക് അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം. പിന്നെന്താ? നിനക്ക് പിന്നെ ഒരു തുള്ളി വേണ്ടല്ലോ. അയ്യോ എനിക്ക് വേണം. ഞാൻ കുടിച്ചില്ല നിങ്ങൾ വിചാരിക്കും എന്റെ പിണക്ക് തീർന്നില്ലെന്ന്. എന്നാ ഇരിക്കേ. അയ്യോ വെള്ളം തീർന്നോ? ഞാൻ പോയി കുറച്ച് വെള്ളം. അയ്യോ അതിങ്ങോട്ട് കാട്ടിക്കേ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സഹായിച്ചില്ല ഞാൻ എന്തോന്ന് സുഹൃത്ത്. ഞാൻ പോയി എടുത്തോണ്ട് വരാം. ടാങ്കി വിട്ടിരിക്കല്ലേ. സോറി മോനെ. കുറച്ച് ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും കിണറ്റ് വെള്ളത്തിൽ കുടിക്കുന്നതിന്റെ രുചി ഒന്നും വേറെയാ. നീ ആ വെള്ളം കഥാ. എനിക്ക് വെള്ളം ഒഴിക്കണ്ട, ഞാൻ ട്രൈ ആയിട്ട് അടിച്ചോളാം. അതെ ഓമനെ, നീ നല്ല ഫിറ്റ് ആണ് കേട്ടോ. കുടിച്ചത് പാലും വെള്ളമൊന്നുമല്ലല്ലോ, നല്ല ബ്രാൻഡി അല്ലേ, കുറച്ച് ഫിറ്റൊക്കെ ആവാം. ഇവര് വന്നോ? എന്തു പറ്റി? അവക്ക് വീണ് തലവേദനിക്കുന്നു, കിടക്കണോന്ന്. നല്ലപോലെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറിക്കോളും. നിന്റെ ഫോൺ എന്തി? അമ്മയുടെ പോയി കിടന്ന് ഉറങ്ങിക്കോ, അപ്പൊ മാറിക്കോ. ചെല്ല്. നീ വരുന്നില്ലേ? ഞാൻ വരുന്നു. എടി ഞാൻ തല്ല് പാമ്പ് എടുത്തട്ടെ. വേണ്ടോന്ന് ഉറങ്ങിയാ ശരിയോ? ഉറപ്പാ? അമ്മ ആ ഫോൺ ഒന്ന് തരൂ പ്ലീസ്. പിന്നെ ഇത് നോക്കിന് സമയം കളയരുത്. ഇല്ല കിടന്നേക്കണം. ശരി വരുവോ? എടി വാലടിച്ചോട്ടോ. ആ എടാ എവിടെയാണ്? സാറൊക്കെ പോയി. ഞാൻ മേളിലുണ്ട്, മേളിലോട്ട് വാ. ജോണിനെ കണ്ട? ഇല്ല, എന്റെ റൂമിലില്ലായിരുന്നു. എടി ഇവിടം വരെ എന്റെ ഒപ്പം ഉണ്ടായതാണ്ടാ. പിന്നെ അവനെ കാണാനില്ല. എടാ ഇതെന്താ പൈററ്റ്സ് ഓഫ് കരീബിയൻ? എടാ
നീ എന്താ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയതാ? അയാളെങ്ങാനും പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് എല്ലാത്തിന്റെ കഥ തീർന്നാന്. നമുക്ക് ഈ തീക്കളി ഇവിടെ വെച്ച് നിർത്തടാ. കേസും കാര്യങ്ങളൊക്കെ വരുമ്പോ നോക്കാം നമുക്ക്. അതാണ് നല്ലത്. അയാൾ വെള്ളം തരുന്നതിന് മുമ്പ് മോട്ടോർ ഓഫീസിലായിരുന്നു ഞാൻ ചത്താന്. ആ നീ അങ്ങനെയെങ്കിലും കുളിച്ചല്ല. എടാ പോടാ, കോമഡി മനുഷ്യൻ ചാവാഞ്ച ഭാഗ്യം. ഞാനൊന്നൂരി പിഴിയട്ടെ. അപ്പൊ നിനക്ക് ഇവിടെ പോകാനുള്ള ഉദ്ദേശമില്ല. ഞാൻ പിഴിഞ്ഞോളാം. നമ്മൾ രക്ഷപ്പെട്ടാ എന്താ എന്താണ്ടാ ഞാൻ മെസ്സേജ് ഇട്ടാ അവൾ റിപ്ലൈ ഒന്ന്. എന്ത് റിപ്ലൈ? എടാ അവളുടെ റൂമിലേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞു. എടാ ഞാനേ അവളോട് ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ സീനില്ലല്ലോ. ഇതുവരെ ഇവൻ പറഞ്ഞ എല്ലാം ദുരന്തോരുന്ന്. ഇതുവരെ ഒന്ന് നടക്കോടാ. എടാ നടക്കും. അവരൊന്നും പോയി നോക്കട്ടെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. പക്ഷേ ആദ്യം അവളോട് ഞാൻ എന്റെ ഇഷ്ടം പറയും, എന്നിട്ടേ നിങ്ങളുടെ കാര്യം പറയൂ. എന്തായാലും നീ ചെല്ല്. പണിവാളോ? ഇതിൽ കൂടുതൽ എന്ത് പണി വാളാനാ? അപ്പോ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അല്ലടാ. ആ എടാ എടാ നിന്നോടൊക്കെ പറഞ്ഞല്ലേ ഇവിടെ ഒന്ന് നോക്കാൻ. ഇപ്പൊ എന്തായി? നീ അവനെ വിളിച്ചേ, നമുക്ക് പോവാ. വേഗം പോവാ. അശ്വതി അലർച്ച കേട്ടില്ലേ? എന്താ അലർച്ച? ആ മൈക്ക് കേട്ടായിരിക്കും. അല്ലടാ, അകത്തൊന്നും കിടവല്ല. എടാ വാ നോക്കിട്ട് വാ 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 വാ. എന്തായി? എന്താണ്? എന്താ അശ്വതി ഇപ്പൊ ഇങ്ങനെ? അശ്വതി പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്. നീ എന്തൊക്കെയായി പറയുന്നേ? ഇതെങ്ങാനും എന്റെ അച്ഛൻ അറിഞ്ഞാൽ നിങ്ങളെയും കൊല്ലും എന്നെയും കൊല്ലും. നീ നോക്കി കണ്ട ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തേ. ഇതൊന്നും ഞാൻ അയച്ച മെസ്സേജ് അല്ല. പിന്നെ ആരയക്കാനാ? നീ ആ നമ്പർ കാണിച്ചേ. എന്താ നോക്ക്. നോക്കട്ടെ. പ്രിൻസിയ. അന്ന് മുളക് ബജി, ഇന്ന് അശ്വതി. എന്തായാലും പ്രിൻസിയുടെ കഴിവ് വിളിച്ചോണ്ടിരിക്കുക. അവളുടെ എല്ലാ കഴിവും നമ്മുടെ മേളിലായിരുന്നെന്ന് മാത്രം. ഇതൊന്നും പാത്രസാറിനോട് പറയില്ലട്ടാ. ഞാനൊന്നും പറയത്തില്ല. ഇയാൾ എന്തോ നോക്കുന്നത്? അല്ല മൈക്ക് ഞാൻ എവിടെ വെച്ചോ? മൈക്കല്ലേ ഇരിക്കുന്നത്? അയ്യോ സോറി, ഭാഗ്യം ഓഫാ. അപ്പൊ എത്രയും പെട്ടെന്ന് രണ്ടുപേര് വെടിക്കെട്ട് പുരയ്ക്ക് ബാക്കിലെത്തണം. രണ്ടുപേര് ഗ്രൗണ്ടിന്റെ തെക്കേ ഭാഗത്തും രണ്ടുപേര് മെയിൻ റോഡിലേക്കുള്ള വഴിയിലും പോകണം. ഓക്കെ, ബാക്കി രണ്ടുപേര് നമുക്ക് ബാക്കി വരാനല്ല സാർ, നമ്മൾ 5 പേരല്ലേ ഉള്ളൂ. ഓ ഓ ഓ സോറി എനിക്ക് എണ്ണം തെറ്റിയതാ. കുഴപ്പമില്ല. എങ്ങോട്ട് പോകുന്നു? ഞാൻ ആ വെടിക്കെട്ടൊന്ന് അനൗൺസ് ചെയ്യാൻ പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ ഞാനിവിടെ ഉണ്ട്. 2 മണിക്കൂർ സമയം തന്നപ്പോ ഞാൻ കണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യ്, ചുറ്റുവിളക്കിൽ എണ്ണ തീർന്നു നോക്കേ. പുഷ്പ ഉത്തരാ. ശരി. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന സുവർണ്ണ നിമിഷം സമാഗതമായിരിക്കുന്നു. കഴിവത് കലാപ്രകടനം ഉടനെ ആരംഭിക്കുന്നതാണ്. നീ ആരെയാ നോക്കുന്നത്? അല്ല, കാശ് വെട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മുടെ ഷാജിയെ കണ്ടിട്ട് കുറെ നേരമായി. അവൻ എവിടെയെങ്കിലും കാണും. അല്ല, മൂത്രമൊഴിക്കാന്ന് പറഞ്ഞു പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ വന്നില്ല. പുഷ്പ ഒന്നോടെ കുത്തറ. മൂത്രമൊഴിക്കാൻ പോയ എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി മുകുന്ദിനെ കാത്ത് സാറേ എനിക്കൊരു സംശയമുണ്ട്. എടോ, ഒരു ആയുസ് തീർന്നാലും തന്റെ സംശയം തീർത്തില്ലല്ലോ. ചോദിക്കേ സാർ, അയാളെ വെടിക്കെട്ട് തൊട്ട് മുമ്പ് വെക്കണോ അതോ അത് കഴിഞ്ഞിട്ട് വെക്കാൻ മതിയോ? ചേടോ,
10 മിനിറ്റിനുള്ളിൽ ആളെ പൊക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ. അയ്യോ സാറേ വെടിക്കെട്ട് തുടങ്ങി പോകത്തില്ലേ? അതൊക്കെ അവർ ആരെങ്കിലും വെച്ച് ചെയ്തോളും. താൻ എടുത്താ പൊങ്ങാത്ത സംശയം ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്യാവോ? അപ്പൊ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് അറിയിച്ചോളണം. ഓക്കെ ദെൻ പ്ലീസ് പ്രൊസീഡ് ഫാസ്റ്റ്. ഗോ 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 ഗോ. ഈ പ്രാവശ്യം നീരേറ്റുപുറംകാരാ കമ്പക്കാര്. ഞാൻ പഴയവരെ ഒന്ന് മാറ്റി. ഇതൊക്കെ എന്തുവാണോ സാധനം? ഉത്സവ സ്പെഷ്യലാ. ഇതിട്ടൊരു പിടി പിടിച്ചാൽ അമരം 3 ഇരട്ടിയാവും. ശബ്ദം കേട്ട് ചെവുക്കൽ വിളിയായിരുന്ന മതിയായിരുന്നു. നമ്മുടെ ഗർഭം കളിക്കേ വെട്ടുവോ? പിന്നെ അങ്ങനെ കൊണ്ട് പൊട്ടട്ടെ. ആ പൊട്ടന് കേട്ടെല്ലാരും ഞെട്ടട്ടെ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അതാ നല്ലത്. ആ നിലവിട്ടൊക്കെ 1 ഡിഗ്രി മാറിയാൽ മതി. എല്ലാ കണക്കൂട്ടിലും ഇതിന് ഡിഗ്രി ഉണ്ടോ? പിന്നെ ഏതായാലും പിരിവ് തരാത്ത മാന്യന്മാരൊക്കെ വെടിക്കെട്ട് കണ്ടെങ്കിൽ ഞെട്ടട്ടെ. അവനെ കണ്ണ് മഞ്ഞളിക്കട്ടെ. മേളം ധരിപ്പിക്കാം. നീ തുള്ളണ്ട, ഞാൻ തുള്ളിക്കൊള്ളാം. എന്തോന്നറിയോ? കുക്കരൻ ഗംഭീരം. തകർത്ത് കേട്ടോ, തകർത്തു. ഒന്ന് കൂടിയിട്ടേ പോകാവൂ. ഈശ്വരാ മിന്നിച്ചേക്കണേ. നിങ്ങൾ ഇനി ഇവിടുന്ന് ശരിയാകത്തില്ല. വേഗം പോവാൻ നോക്ക്. വാ 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 വരാൻ. വേഗം വാ. അശ്വതി ഇതെടുക്കട്ടെ. ഇങ്ങ് വാ. അറിയത്തില്ല. എന്താ പോയി എന്റെ ബേക്കിലോടാ. പിന്നെ പറഞ്ഞരാവേ. അയ്യോ രാവിലെ പാടാ. അച്ചു അച്ചു എന്താ അമ്മേ? അതൊക്കെ പറയാ. മോളിൽ ചെന്ന് അമ്മയെ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക. അതെ പിന്നെ അശ്വതി അമ്മയുണ്ടല്ലോ. ഒന്ന് പെട്ടെന്ന് വാ. മോളെ 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 തുറന്നേ. മോളെ അങ്കിളിൽ വെച്ച് വെള്ളം വേണോ? ബാബാ. മോളെ നീ ഇവിടെ വിട്ടോ. സാറേ അവൻ ഞാൻ കൈയോട് പൊക്കി സാറേ. വെരി ഗുഡ്. ഞാനിപ്പോ അങ്ങോട്ട് വരാം. താനിപ്പോ എവിടെ ഉള്ളത്? സാറേ അവനെ ശരിക്കും പിടിച്ചായിരുന്നു. പക്ഷെ ആ ഓട്ടത്തിനിടയ്ക്ക് അവൻ ചാടിപ്പോയി സാറേ. അതും പോയോ? ചേട്ടാ അവിടെ എന്തായി? ഫോറസ്റ്റുകാർ ഒന്ന് തളച്ചിട്ട് പോയി സാർ. ആണോ? ഓ സമാധാനായി. മോളെ അങ്കിൾ ഇപ്പോ കേട്ടോ. അവിടെ കുഴപ്പമൊന്നുമില്ല. നീ അകത്ത് വെക്കോ. ശരി. രാഹുൽ ശിവമാരിത് എവിടെ പോയി കിടക്ക?
എന്തായി? പുറത്തെ പ്രശ്നം ഏതാണ്ട് തീർന്നു തോന്നുന്നേ. ആൾക്കാരൊക്കെ പോയി തുടങ്ങി. അതല്ല നമ്മളെ കാര്യം എന്തായി? ഇവിടുന്ന് എപ്പോഴാ ഒന്ന് ഇറങ്ങാൻ പറ്റുക? ഞാനൊന്ന് ക്ലിയർ ആയിട്ട് നിങ്ങളെ വിളിക്കാം. നിങ്ങൾ ഏതെല്ലാം റെഡി ആയിട്ടിരുന്ന് ഇറങ്ങാൻ. ശരി. വേഗം ഇറങ്ങിക്കോ. അപ്പൊ അമ്മയോ? അമ്മ കുളിക്കാൻ കയറിയിരിക്കുക. ഒന്ന് വരുന്നുണ്ടോ വേഗം? പയ്യെ ശബ്ദം ഉണ്ടാക്കല്ലേ. അതെ, അശ്വതി ആദ്യം ഫ്രണ്ടിൽ പോയി നോക്ക്. ആ ശരി, വാ 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 വാ, പതിയെ പതിയെ. ഒച്ചുണ്ടാക്കലേ, വാ പതിയെ. ഇതിലേ വാ 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 വാ, വേഗം വാ. നോക്കണം. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, പെട്ടെന്നട്ടെ. ഇറങ്ങിറങ്ങും, പെട്ടെന്ന് ഇറങ്ങും. ഓ, രക്ഷപ്പെട്ടാ. വഴി കൂടെ ഒന്നും ആൾക്കാർ പോയി കണ്ടാ. നിനക്കൊക്കെ എന്താടാ എന്റെ വീട്ടിൽ കാര്യം? സാർ ആന ഓടിച്ചിട്ടോ പേടിച്ചിട്ട് കയറിയതാണ്. നീയന്മാരുടെ കൂടെ കൂടിയല്ലേ? സാറേ ഉത്സവം കാണാൻ വന്നാ സാറേ. ആനോടിച്ച് പെട്ടെന്ന് കയറിയപ്പോഴാണ് സാറിന്റെ വിടാന്നറിഞ്ഞത്. കയറി വാ. പണിപാളി കൊല്ലാനാടാ. പേടിയാവുന്നുണ്ട്, പോണ്ട. എടാ വാടാ പോയി നോക്കാം. ജോണ എന്റെ കൈ വേർക്കണുണ്ട്. കേറി വാടാ. വാടാ. നിന്റെ തലവേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇത് അച്ഛന്റെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ. അവർ ഉത്സവം കാണാൻ വന്നതാ. കേറി വാ. എത്തിയോ? ആ, ഞാൻ പറയാറില്ലേ, അത് യുവമാരാ. ഇത് റിയാസ്, അബി, ഇത് ജോൺ, രാഹുൽ. ഒന്ന് പോയി ഫ്രഷ് ആയി വന്നൂടെ? ഞാൻ ആകെ വേർതിരിക്കാം. ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. മക്കളിരിക്കട്ടോ. എടാ നമുക്ക് ഇറങ്ങി ഓടിയാലോ? ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നും മിണ്ടാണിന്നടാ. കേക്കൊക്കെ ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ അല്ലേ? ആണോ? ഞാനത് മറന്നുപോയി. എല്ലാം അവള് പ്ലാൻ ചെയ്തതാ. ആഹാ, താങ്ക് യു. മുറിക്കാം. ഭയങ്കര സർപ്രൈസ് ആയി. വാ വാ, എല്ലാരും വാ. അടുത്ത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ, സന്തോഷമായില്ലേ എല്ലാവർക്കും? എന്നാ നിങ്ങൾ ഇനി അകത്തേക്ക് ചെല്ലും. ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. ഇതോട് കൊണ്ടുവയ്ക്കും. നിന്നെക്കൊന്ന് തനിച്ച് കിട്ടാൻ ഇനി ഓണാവധി കഴിയുന്നതുവരെ കാത്തിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ആനയെ കണ്ട് പേടിച്ചിട്ടാണെങ്കിലും പ്രതീക്ഷിക്കാത്ത അതിഥികളായിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നത്. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എടാ, എൻ്റെ പിള്ളേർ എല്ലാവരും നന്നായി വരണം. ഒരുത്തൻ പോലും വഴിപഴിച്ച് പോകാൻ പാടില്ല. അത് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇന്നുച്ചയ്ക്ക് നിയന്ത്രണം വിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ ശത്രുവോ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വന്നതോ ഒന്നുമല്ല. സാറേ, ഞങ്ങൾ അറിയാണ്ട്. സാരമല്ലടാ, ഈ പ്രായത്തിലൊരു തെറ്റൊക്കെ ആർക്കും പറ്റും. അത് നിങ്ങൾ തന്നെ തിരുത്തിയാൽ മതി. അല്ലാതെ എനിക്ക് നിങ്ങൾ മാപ്പ് പറയണമെന്നോ തോറ്റു കാണണമെന്നോ ഒന്നുമില്ല. വഴിപഴിച്ച് പോകാൻ എളുപ്പമാണ്, നേർവഴിക്ക് തിരിച്ചു കൊണ്ടുവരാനാ പ്രയാസം. മനസ്സിലായോ? നേരം ഇത്ര ആയില്ലേ, വേഗം വീട് പിടിക്കാൻ നോക്ക്. ശരി. സാറേ, സാറേ ഇന്ന് ഞങ്ങൾ ശരിക്കും ഇവിടെ വന്നത്. വേണ്ടടാ, വിട്ടുകള. ഇനിയിപ്പോൾ എന്താണെങ്കിലും എനിക്കത് കേൾക്കണ്ട. നിങ്ങൾ പോയിക്കോ.
ഇനി ഇതുപോലെങ്ങാനും ആവർത്തിച്ച ഉറങ്ങി നോന്നുണ്ട്. ഇതാണ് പറ്റിയ സമയം. വാടാ. കാണുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യടാ. അതല്ലടാ, നീ വീട്ടിലെന്തെന്ന് പറഞ്ഞു? എടാ, ഞാൻ എന്റെ കൂട്ടാൻ ഒട്ടി പോണെന്ന് പറഞ്ഞ ഇറങ്ങിയത്. പിന്നെ ഇന്ന് വരൂലെന്നും പറഞ്ഞിട്ടുണ്ട്. ആഹാ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. അങ്ങനെയൊന്നുമില്ല. എന്താ എടാ, സാധനം കാണുന്നില്ല. നീ ഒന്നുകൂടി നോക്കിയേ. എന്താടാ? എടാ ഇല്ലടാ, ഉറപ്പാ. എന്നാ വാ പോവാ. എന്നാലും അത് എവിടെ പോയി? എടാ, അമൽനിരത് പടം പോലെയാവെന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ സത്യനന്ദിക്കാട് പടം പോലെ ആയല്ലേ. ഒരൊറ്റ വ്യത്യാസവും ഇല്ല. ആരെ വിളിക്കുന്നേ? കൊറേ നേരമായില്ലടാ. ആരാണ്? എടാ, സാധനത്തിന് വേണ്ടിയാ വിളിക്കുന്നത്. നീ എടുത്ത് കാര്യം പറ. ആ എടുക്കാല്ലേ? ആ തോമസ് ഏട്ടാ. ഇല്ല, ഞാൻ ആ വക പരിപാടിയെല്ലാം നിർത്തി. ഇനി ഈ കാര്യം പറഞ്ഞെ വിളിക്കണ്ട. ആ എന്നാലും എന്റെ ഗോവിന്ദൻകുട്ടി, നീ എന്നോട് ഇത് ചെയ്തല്ലോ. അച്ഛാ, രാവിലെ ഒന്ന് മൂന്നാർ വരെ പോണം. ഞാൻ വണ്ടി എടുക്കാം. പോകണ്ട എന്ന് പറഞ്ഞാലും നീ പോകത്തില്ലേ? നീ മൂന്നാറ്റില്ല പൂജാറ്റില്ല എവിടാന്ന് വെച്ചാ പോ. എന്തായാലും വണ്ടി എനിക്ക് വേണം. നിക്കേ, ആ പവിത്ര വണ്ടി വേണമെന്ന് പറഞ്ഞത് ചോദിക്കട്ടെ. എടാ പവിത്ര, നിനക്കിന്ന് വണ്ടി വേണോ? ഒരു മിനിറ്റ് ഓമനക്കുട്ട, നമ്മുടെ സുമേഷ് വന്നിട്ടുണ്ട്. ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. എടാ, ഇത് അടുത്ത ഉത്സവത്തിന് മുമ്പെങ്കിലും ശരിയാവോ? സാറേ, ഒരു അരമണിക്കൂർ ഇപ്പൊ ശരിയാക്കി തരാം. അരമണിക്കൂർ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഏതായാലും നിന്റെ കാറ് വേണ്ട. ഒന്നും അല്ലടാ, നമ്മുടെ ചെറുക്കനെ കൊച്ചുവെളുപ്പാങ്കാലത്ത് മൂന്നാർ വരെ ഒന്ന് പോണം. അവൻ വണ്ടി ചോദിച്ചതാ. കൊടുത്തേക്കട്ടെ. ഓക്കേടാ, ശരി ശരി ശരി. എടാ, വണ്ടി എടുത്തോ, അവന് വേണ്ടെന്ന്. ശരി. രാഹുലേ, അന്ന് സാറിന്റെ വീട്ടിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്തില്ലേ? അതിന്റെ ഗ്യാപ്പിൽ കൂടി നോക്കണ്ടായിരുന്നടാ. നമുക്ക് ഒന്നുകൂടി ലൈൻ വലിച്ചു നോക്കിയാലാ? അത് ആലോചിക്കബിളാണ്. എന്തോ ഇട്ടടാ ബി? അല്ലടാ, ഇന്നലെ സാധനം ഇവിടെ പോയി. എപ്പോഴാണാവോ സാറിന്റെ മടക്കം? ഒരാഴ്ച കഴിയും. അതെ, വല്ലപ്പോഴും ഒന്ന് വിളിക്കണം, ഒരു സമാധാനത്തിനാ. എന്നാലും അത് എവിടെ പോയടാ? നിർത്ത്. ഉള്ളം നിറയെ പൂക്കൾ വിതറും ചിങ്ങപ്പൂക്കാരി നിന്നെ കണ്ടല്ലോ. തപ്പും തകിലും താളം തുടിയും ഓരോ മുറ്റ
മനസ്സു നിറഞ്ഞു കളിച്ചു ചിരിച്ചു കൊണ്ടാടിയിടേണ്ടേ ഓണക്കാലം